പരിശുദ്ധമായ ഖുർആൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണത്. ഫറോവ ചക്രവർത്തി സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് ശത്രുതയിൽ ജീവിച്ച ഫറോവ ചക്രവർത്തി ഫിർഔൻ, റംസീസ് രണ്ടാമൻ എന്നാണ് അയാളുടെ പേര്. ഫിർഔനുമാർ ഒരുപാടുണ്ട്. ഫിർഔൻ എന്നതൊരു സ്ഥാനപ്പേരാണ്. ഒരുപാട് ഫിർഔനുണ്ട്. മൂസാ നബിയുടെ കാലത്തെ ഫിർഔന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. വിശ്വസിച്ചിരുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. ചെങ്കടൽ പിളർന്ന മഹാത്ഭുതം നടന്നു. ബൈബിൾ പുസ്തകം അതിനെ വിളിക്കുന്ന പേരാണ് എക്സോഡസ്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ മഹാനായ മൂസ നബിയും ഇസ്രായേലികളായ മക്കളും മുറിച്ചു കടന്ന ആ മഹാസംഭവത്തെ വിവരിക്കുന്ന ബൈബിളിന്റെ ഭാഗമാണ് എക്സോഡസ്. ഫറോവയും സൈന്യവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു വെള്ളത്തോട്. അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ. അള്ളാഹു എന്താ പറഞ്ഞത്? ഫറോവ അന്നേരം പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ സന്തതികൾ, യാക്കൂബ് നബിയുടെ മക്കൾ. ഇസ്രായേൽ എന്ന വാക്കിനർത്ഥം യാക്കൂബ് എന്നാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനു ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കൾ, യാക്കൂബ് നബിന്റെ മക്കളിലൂടെ വന്ന കുടുംബം. അതുകൊണ്ട് ബനു ഇസ്രായേൽ എന്ന് പറയാൻ കാരണം. അല്ല, ഇന്നത്തെ ജൂതരാഷ്ട്രത്തിന്റെ പേര് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാക്കൂബ് നബിയുടെ പേരാണത്. ഇസ്രായേൽ സന്തതികളും മൂസ നബിയും ഏതൊരു പടച്ചവനിലാണോ വിശ്വസിച്ചിരിക്കുന്നത്, ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫറോവ വിളിച്ചു പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഫറോവ, ഇത്രയും കാലം ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? നിന്റെ വിശ്വാസം സ്വീകരിക്കപ്പെടുകയില്ല. اليوم ننجيك ببدنك لتكون لمن خلفك آية. اليوم ننجيك, നിന്നെ നാം ഇന്ന് രക്ഷപ്പെടുത്തും. ബിബദനിക, നിന്റെ ഡെഡ് ബോഡി, നിന്റെ ശവശരീരം നാം സൂക്ഷിക്കും. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും. ഈസ നബി അലൈഹിസ്സലാമിന്റെയും 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് BC 3000 അല്ലാഹു പറഞ്ഞ വാക്കാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ സ്വഹാബികൾ ഒരാളും എന്ന് ചോദിച്ചില്ല, നബിയെ എവിടെയാണ് ഫറോവയുടെ ശരീരം കിടക്കുന്നത്? എവിടെയാണത് നബിയെ? അന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അവരും ഓതുന്നുണ്ട്, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ പിൻഗാമികൾക്ക് മാതൃകയാവാൻ ഫറോവ നിന്റെ ശരീരം നമ്മൾ സൂക്ഷിച്ചു വെക്കും കേട്ടോ. സുഹാബികൾ ചോദിച്ചില്ല, നബിയെ ഇങ്ങനെ ഒരു വാക്ക് അല്ലാഹു പറഞ്ഞിട്ട് ഫറോവയുടെ ശരീരം ഞങ്ങൾക്ക് കാണാൻ കിട്ടിയിട്ടില്ലല്ലോ. ചോദിച്ചില്ല. അവർക്കറിയാം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. താബിഈങ്ങൾ ചോദിച്ചിട്ടില്ല, ഉലമാഇനോട് സംശയം ഉയർത്തിയിട്ടില്ല. അല്ലാഹു പറയുന്നു, എവിടെയാണ് ശരീരമെന്നറിയില്ല. താബിഈകളുടെ കാലം കഴിഞ്ഞു. 1400 കൊല്ലത്തിനിടക്ക് കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ലോകത്ത് ഓറിയന്റലിസ്റ്റുകൾ എഴുതിവിട്ടത്. എവിടെ ആ ശരീരം? ഓറിയന്റലിസ്റ്റുകാർ അവരെഴുതിവിടാണ്. ഖുർആനിൽ തെറ്റുണ്ട് എന്ന് വരുത്താൻ അവര് വിഫല ശ്രമം നടത്തുകയാണ്. എവിടെയാണ് ആ ശരീരം? ആ നേരത്താണ് അല്ലാഹു 20ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് 1905 ഉള്ളിൽ 20ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോഴേക്കും ഈജിപ്തിന്റെ ഡെൽറ്റയിൽ നിന്ന് ശവപ്പെട്ടി കാണുന്നത്. ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയാൻ തിരക്കായി. BC 3000 ജീവിച്ചുപോയ ഈജിപ്ഷ്യന്മാർക്ക് മമ്മികളാക്കി സൂക്ഷിക്കാൻ, ഡെഡ് ബോഡികൾക്ക് നാശം വരാതെ സൂക്ഷിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം സാധിക്കാനായിരിക്കണം.
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പെട്ടികിട്ടി പരിശോധിച്ചു നോക്കി. ലണ്ടൻകാരൻ കൊണ്ടുപോയി മ്യൂസിയത്തിലേക്ക് സയന്റിസ്റ്റുകൾ പഠിച്ചു നോക്കി. ഈജിപ്തിന്റെ പുരാതനമായ ഈജിപ്ഷ്യൻ ലിപികൾ അവർ വായിച്ചെടുത്തു. നോക്കുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പടപൊരുതി ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്ന റംസീസ് രണ്ടാമൻ എന്ന ഫറോവയുടെ ഡെഡ് ബോഡിയാണിത്. ആ ഡെഡ് ബോഡി ഇന്ന് കിടക്കുന്നത് ഈജിപ്തിന്റെ നാഷണൽ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട്. ആർക്കും പോയി കാണാൻ പറ്റും. അവിടുത്തെ അത്ഭുതം, ഏത് ഡെഡ് ബോഡിയും സൂക്ഷിക്കാൻ ചില ആർട്ടിഫിഷ്യൽ മരുന്നുകൾ ഉപയോഗിക്കണം. ഈ ഫറോവയുടെ ഡെഡ് ബോഡിക്ക് ഒരു മരുന്നും വേണ്ട, വെറും ചിൽക്കൂടിൽ വെച്ചിരിക്കുക. 3000 കൊല്ലങ്ങൾ അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പ് തങ്ങളുടെ കാലമാകുമ്പോഴേക്കും 3500 കൊല്ലങ്ങൾ കഴിഞ്ഞു. അതും കഴിഞ്ഞൊരു 1400 കൊല്ലം കൂടെ കഴിയുമ്പോഴേക്ക് ആലോചിച്ച് നോക്കണം, 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശരീരം അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നടക്കുകയാണ്. ആ ശരീരം മനുഷ്യർക്ക്, ലോകത്തുള്ള സർവ്വ മനുഷ്യരും സംശയാലുക്കളായ ആളുകൾക്ക്, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ അത്ഭുതം മതിയാവാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ ഭംഗി തികയാത്തവർക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആത്മീയമായ ഉത്ബോധനം തികയാത്തവർക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. ഫറോവയുടെ ഡെഡ് ബോഡി ഇന്നും കിടക്കുകയാണ്. എപ്പോഴാ കണ്ടെത്തിയത്? 20-ാം നൂറ്റാണ്ടിൽ. എന്താ ഇങ്ങോട്ട് ബന്ധിച്ചു വെച്ചത്? അപ്പോഴല്ലേ സംശയത്തിന്റെ ആളുകൾ വന്നത്. അവര് കണ്ടോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. ക്രിസ്ത്യാനികളായ റോമക്കാർക്ക് പരാജയം സംഭവിച്ചു. ഫീ അദ്നൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത്. അദ്നൽ അർള്, the lowest point on earth. ഞാൻ മക്കളോട് ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മണ്ണ് എവിടെയാണ്? ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ്? ഫലസ്തീനിന്റെ അടുത്താണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു ഫീ അദ്നൽ അർളി, അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. ദനാ യദ്നു, അദ്ന എന്ന് പറഞ്ഞാൽ the lowest, അത് സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. അള്ളാന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ചാവുകടലിന്റെ, ഡെഡ് സീയുടെ, ഇന്നത്തെ ജോർഡാനിന്റെ, പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം, ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ, ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ, ആ ചാവുകടലിന്റെ കരപ്രദേശങ്ങളാണ്, അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും താഴ്ന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ്. എവിടെ നിന്ന് കിട്ടി? അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ, ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ്, പേർഷ്യക്കാർ തീ ആരാധകരാണ്. ആ തീ ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കക്കാരായ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം. അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു. സൂറത്തുർ റൂം, ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമൻ സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഫീ അദ്നൽ അർളി. റോമ പേർഷ്യൻ യുദ്ധം നടന്നത് ഡെഡ് സീയുടെ ചാരത്താണ്, ചാവുകടലിന്റെ കരയിലാണ്. അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീന. 10-ൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപൊരുതി ജയിക്കാൻ പോകുന്നു. ഇത് പറഞ്ഞ് 7-ാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതം, അവർ ജയിച്ചതാണ്. അദ്നൽ അർളി, ലോകത്തെ ലോവസ്റ്റ് പോയിന്റ്, ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാ? ചാവുകടലാണ്. ഇത് ഖുർആൻ പറഞ്ഞു. ഇന്ന് അന്നൊക്കെ അളക്കാൻ പറ്റും അതൊക്കെ. അദ്നൽ അർള്,
ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്. ശുദ്ധ ഖുർആൻ പറഞ്ഞ റോമക്കാർക്ക് പരാജയം സംഭവിച്ച ചാവു കടലിന്റെ പ്രദേശങ്ങളാണെന്ന് ഇന്ന് ലോകത്തിന് കണ്ടെത്താൻ പറ്റിയ അത്ഭുതമല്ലേ പരിശുദ്ധ കലാമിൽ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രായിനെ കുറിച്ച് മിഅ്റാജിനെ കുറിച്ച് അത്ഭുതം പറയുമ്പോൾ അല്ലാഹു പ്രയോഗിച്ച പ്രയോഗമാണ് സുബ്ഹാന. ഏറ്റവും പരിശുദ്ധനായവൻ അല്ലാഹു പരിശുദ്ധനാണ്. അത്ഭുതം നടക്കും പറയുന്ന വാക്ക. അതേ പ്രയോഗം സൂറത്തു യാസീനിൽ അല്ലാഹു പറയുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ അല്ലാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിനെയും ഇണകളായി പടച്ച അല്ലാഹു പരിശുദ്ധനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്നതിലും, വമിൻ അൻഫുസിഹിം, മനുഷ്യരിലും ഇണകളുണ്ട്, സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞ ആണും പെണ്ണെന്ന് പറഞ്ഞ പോലെ സസ്യങ്ങളിലും മാസ്കുലിൻ ഫെമിനിൻ, മെയിൽ ആൻഡ് ഫീമെയിൽ മരങ്ങളിലുണ്ട്. ഇത് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ. അപ്പോഴല്ലേ കായ്ക്കനികൾ ഉണ്ടാവൂ. ഇനി എന്താ ഖുർആൻ പറഞ്ഞത്? വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത പലതിലും ഇണകളുണ്ട്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ പേരെന്താ? മൂലകങ്ങൾ എന്ന് പറയും മലയാളത്തിൽ, എലമെന്റ്സ് അല്ലെ. മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികൾക്ക് നമുക്ക് എന്ത് പറയും? ആറ്റം. ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ന്യൂട്രോൺ ചാർജ്ലെസ്, ചാർജ് ഇല്ലാത്തത്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്. എല്ലാറ്റിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. മൂജബയും സാലിബയും. മൂജബ എന്ത്? പോസിറ്റീവ്. സാലിബ നെഗറ്റീവ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, ഈ ചാർജുകൾ ഇല്ലാത്ത ഒരു സാധനമില്ല ലോകത്തെ എല്ലാ സാധനവും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവുകൾ ഈ മൈക്കിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, എനിക്ക് പറയാൻ കഴിയുന്നത്. എല്ലാറ്റിലും നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട്. ലോകം സൃഷ്ടിച്ചത് ആറ്റം കൊണ്ട്. സർവ്വ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണുകളും ഉണ്ട്. പിന്നെന്താ അത്ഭുതം! അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആറ്റങ്ങളുണ്ടെന്ന്. അവരെന്താ ആറ്റം? അറബികൾക്ക്, അറാബികളായ ആളുകൾക്ക് എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാന. ഈ മഹാത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയും സുബ്ഹാനല്ലാഹ്. അത് തിരുമാമ പറയും സുബ്ഹാനല്ലാഹ്, നീ പരിശുദ്ധനാണ് പടച്ചവനെ, നീ പരിശുദ്ധനാണ്. يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. സൂറത്തുൽ റഹ്മാനിൽ, ഓ മനുഷ്യരെ, ജിന്നുകളെ, മനുഷ്യവർഗമേ, ഭൂതവർഗമേ, ഇനിസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ രണ്ടറ്റങ്ങളെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഫൻഫുദൂ, നിങ്ങളൊന്ന് കയറി നോക്കട്ടെ. എന്താ പറഞ്ഞെന്നറിയോ? ഭൂമിയെ തുളക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. ഭൂമിയെ തുളക്കാൻ പറ്റുമോ?
മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് ചെയ്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫംഫുദു, go and do it. ലാ തൻഫുദൂൻ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന മഹാ കഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് സാധ്യമല്ല. ഭൂമിയെ തുളച്ചു ഒരറ്റത്തുനിന്ന് മറ്റേറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇതാ ഖുർആൻ പറയുന്നത്. ഭൂമിയെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. ഭൂമിയെ തുളച്ചിട്ടുണ്ട്. എത്രയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഭൂമിയുടെ കോർ വരെ, ഭൂമിയുടെ പകുതി പോലും തുളക്കാൻ കഴിയില്ലെന്ന്. അത്രക്ക് ഘനീഭവിച്ച തീയും ചൂടുമുണ്ട്. തുളക്കുന്ന മെഷീൻ പോലും മെൽറ്റായി പോകും. അല്ലാഹു പറയാം, ലാ തൻഫുദൂൻ, നിങ്ങൾക്കതിന് കഴിയൂല, നിങ്ങൾക്കതിന് കഴിയില്ല. ശ്രമിച്ചു നോക്കിക്കോളൂ, കഴിയൂല. ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ചന്ദ്രനിൽ പോകാൻ പറ്റുമോ? മാർസിലേക്ക്, സാറ്റേണിലേക്ക് പോകാൻ പറ്റുമോ? ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ? ഇതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ആകാശത്തിന്റെ അറ്റം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, കഴിയില്ല. അങ്ങനെ ഒരു യാത്ര, അങ്ങനെ ഒരു അറ്റങ്ങൾ ഭേദിച്ചു കടന്നത് ആരെ? ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ആളാണ് മിഅ്റാജിന്റെ രാവിൽ കടന്നുപോയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് ആകാശത്തിന്റെ, ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത്. വേറെ ഒരാൾക്കും അത് കഴിയൂല. വിശുദ്ധ ഖുർആൻ പറയുന്നു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇത് വലിയൊരു അത്ഭുതമാണ്. മിൻഹാ ഖലഖനാകും, മയ്യിത്തിനെ നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോൾ പറയുന്ന വാക്കാണത്. മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. വഫീഹാ നുഈദുകും, മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഒരിക്കലൂടെ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പുനർജന്മം നൽകും. ഇത് പഠിക്കാനുള്ള വിഷയം എന്താണെന്നറിയോ? ഭൂമി വിട്ട് മനുഷ്യൻ എങ്ങനെ സഞ്ചരിച്ചാലും ശരി, മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്നതാണ്. ചന്ദ്രനിൽ പോയാലും ശരി, ചൊവ്വയിൽ അവിടെ ഒന്നും ഖബറടക്കേണ്ട ആവശ്യം വരില്ല. ഒരു മനുഷ്യനും സ്പേസിൽ പോയി മരിക്കാൻ പോകുന്നില്ല. മരിക്കാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് കൽപ്പന ചൗള ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കെ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ മയ്യിത്താവാൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. വലിയൊരു സ്പേസ് എക്സ്പെഡിഷൻ കഴിഞ്ഞിട്ട്. ഓർമ്മല്ലേ? എന്താ കാരണം എന്നറിയോ? അള്ളാന്റെ വാക്കാ, വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരും. അവിടെ പോയിട്ട് ഫ്ലാറ്റ് എടുത്തോ, അതൊന്നും വിഷയമല്ല. മരിക്കാൻ ഈ മണ്ണ് വേണം. ഇവിടെ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. അതുകൊണ്ട് ഇത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. മനുഷ്യൻ സ്പേസിൽ പോയി മരിച്ചാലും അവന്റെ ഡെഡ് ബോഡി കിടക്കാൻ ഭൂമിയല്ലാത്തൊരു മണ്ണ് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ആകാശം എന്ന് പറയുന്ന ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന വായു ഭൂമിയുടെ ഭാഗമാണത്. അന്തരീക്ഷം ഭൂമിന്റെ ഭാഗമാണ്. അതിനുള്ളിൽ മരിക്കാം. പക്ഷേ മയ്യിത്ത് ഭൂമിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഖുർആൻ പറഞ്ഞ അത്ഭുതമാണ്. മറ്റൊരു വലിയ അത്ഭുതം ഖുർആൻ പറഞ്ഞത് ഫ്ലൈറ്റുകളെ സംബന്ധിച്ചാണ്. ഫ്ലൈറ്റിനെ കുറിച്ച് അതെങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന് സൂറത്ത് തബാറക്കയിലല്ലേ, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. ശരിയല്ലേ? ഇനി സൂറത്തു നഹ്ലിലേക്ക് വരാം. അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ. أولم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. طير എന്ന് പറഞ്ഞാൽ പറക്കുന്നവ, പക്ഷി എന്ന് പറയാം.
കൈറ്റിന് ത്വയ്ർ എന്ന് പറയും, ത്വയ്യാറ എന്ന് പറയും, ഫ്ലൈറ്റിന് ത്വായിറ എന്ന് പറയും. ത്വാറ യതീറു, പറക്കുന്നതൊക്കെ ത്വയ്റാണ്. അല്ലാഹ് ചോദിക്കാൻ, അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, ഇല ത്വയ്രി ഫൗഖഹും, നിങ്ങളുടെ മീതെ പറക്കുന്നവയെ കാണുന്നില്ലേ? ഏതാണ്? പക്ഷികൾ നിങ്ങളുടെ മീതെ. സ്വാഫാത്തിൻ വയഖ്ബിദ്ന, ചിറകുകൾ വിടർത്തിയിട്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല പക്ഷികൾക്ക് പറക്കാൻ സഹായിച്ചത്. കാരുണ്യവാൻ, കരുണ ചെയ്യണമെങ്കിൽ ജീവനുള്ള സാധനത്തിനോടാ കരുണ ചെയ്യുക. അപ്പോഴല്ലേ കാരുണ്യം എന്ന് പറയുള്ളൂ. ജീവനുള്ളതിനോടാണ് കരുണ ചെയ്യുക. റഹ്മത്ത് ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ, എല്ലാം കാണുന്നവനാണ് അല്ലാഹു. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു ഖുർആനിൽ ആവർത്തനങ്ങൾ ചെയ്യില്ല. ഖുർആനുകൾ ആവർത്തനമില്ലെന്നാണ്. ആവർത്തനമില്ല. തോന്നും നമുക്ക് ആവർത്തനാണോ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം 82 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചിട്ടുണ്ട്. മൂസ നബിയുടെ ചരിത്രം ഓരോന്ന് പറയുമ്പോഴും പുതിയ ആശയമാണ്, ആവർത്തനം വരില്ല. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, ഇത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്നു. ഇതാണ് വിഷയം. ഇതേ ആശയം സൂറത്തുൻ നഹ്ലിൽ എന്താ അല്ലാഹു അവിടെ പറയുന്നത്? അവലം യറൗ ഇല ത്വയ്രി, അവര് പറക്കുന്നവയെ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഫൗഖഹു എന്ന് പറഞ്ഞോ അവരുടെ മീതെ? ഇല്ല. സ്വാഫാത്തിൻ വയഖ്ബിദ്ന എന്നുണ്ടോ? അതുമില്ല. മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. മുസഖറാത്തിൻ, കൺട്രോൾ ചെയ്യപ്പെട്ടത്, കൺട്രോൾ ചെയ്യപ്പെട്ട. തസ്ഖീർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്നല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ചത് വാഹനം കയറുമ്പോഴാണ്, അല്ലേ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാന സഖറ ലനാ അല്ലദീ സഖറ ലനാ, ഞങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ ഒതുക്കി തന്ന പടച്ചവനെ. ഇനി നോക്കുക, അവലം യറൗ ഇല ത്വയ്രി, ഇത് ഫ്ലൈറ്റിനെ കുറിച്ചാണെന്നാ പറയുന്നത്. അവലം യറൗ ഇല ത്വയ്രി, പറക്കുന്നവയെ അവർ കാണുന്നില്ലേ? മുസഖറാത്തിൻ ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ടത്. റഡാർ സംവിധാനങ്ങൾ കൊണ്ടും അല്ലാതെയും കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവ. ചിറക് വിടർത്തി കൂട്ടിയെന്നല്ല. മുസഖറാത്തിൻ, റഡാർ സംവിധാനത്തിന്റെ കണക്ഷൻ വിട്ടുപോയാൽ ഫ്ലൈറ്റുകൾ വഴിതെറ്റിപ്പോകും, ലാൻഡ് ചെയ്യാൻ പറ്റൂല. തസ്ഖീർ ചെയ്യപ്പെട്ട് മനുഷ്യർക്ക് സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ആകാശത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കാണുന്നില്ലേ? മാ യുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നത്. ഇല്ല റഹ്മാൻ എന്നല്ല ഇവിടെ പറഞ്ഞത്. എന്താ? ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ആ പറവകളെ പിടിച്ചു നിർത്തുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനും ഇല്ലാത്തതിനെയും പറയുമ്പോഴാ അല്ലാഹ് എന്ന് പ്രയോഗിക്കുക. ജീവനുള്ളതിനോട് പറയുമ്പോഴാ റഹ്മാൻ, കാരുണ്യവാൻ. പറവകൾ ജീവികളാണ്, അവരോട് കാരുണ്യവാനാ അവരെ പിടിച്ചു നിർത്തുന്നത്. ആകാശത്ത് പറക്കുന്ന, പൈലറ്റ് പറക്കുന്ന, റഡാർ കൊണ്ട് സംവിധാനിക്കപ്പെട്ട, കൺട്രോൾ ചെയ്യപ്പെട്ട പൈലറ്റ്ലെസ് വിമാനങ്ങളുണ്ട്. വിമാനം അലൂമിനിയമാണ്, ഇരുമ്പാണ്, മറ്റു ലോഹങ്ങളാണ്. മനുഷ്യന്മാരകത്തുണ്ടായിട്ടും ഇല്ലാതെയും പറക്കുന്ന വിമാനങ്ങളുണ്ട്. മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, ഈ ഇരുമ്പിൻ കഷ്ണങ്ങളെ, അലൂമിനിയം കഷ്ണങ്ങളെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത് അവനാണ്. അതിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ സംരക്ഷിക്കുന്നതും അല്ലാഹുവാണ്. ഈ രണ്ടും ഉൾക്കൊള്ളിക്കാനാണ് റഹ്മാൻ എന്ന് പറയാതെ അല്ലാഹ് എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, ഇത് അത്ഭുതമാണെന്നും കൂടെ പറയുന്നു അല്ലാഹു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ, ഈമാനുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക്, അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
ഇനിയിപ്പോ ഫ്ലൈറ്റ് എന്ന് മനസ്സിലാക്കാതെ അർത്ഥം വെച്ചാൽ ഇത് പറവാന്ന് അർത്ഥം വെക്കാം, ബേർഡ്സ് അർത്ഥം വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിമാനത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ്. ഇങ്ങനെ പറക്കുന്നവയുണ്ട്. ഫീ ജൗവിസ് സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സൂറത്ത് തബാറക്കയിൽ ഫൗഖഹും, നിങ്ങളുടെ തലന്റെ മീതെയായി ഇവർ പറക്കുന്നത്. പക്ഷികൾ അങ്ങനെയല്ലേ പറക്കുന്നത്? നിങ്ങളുടെ തലന്റെ മീതെ. വിമാനത്തെ പറ്റി പറഞ്ഞു ഫീ ജൗവിസ് സമാ, ഭൂമിയിൽ നിന്ന് 40,000 50,000 അടി ഉയരത്തിലാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. 40,000, 40,000 ഫീറ്റ്, 35,000 ഫീറ്റ്, 60,000 ഫീറ്റ് ഹൈറ്റിലാണ് പറക്കുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച പടച്ചവനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 20-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്, 21-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകളാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് തരട്ടെ. ഈ കലാം സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇനി പറയാൻ പോവാണ്. പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്, അന്ത്യനാളിനോടടുക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. ഖുർആൻ തന്നെ പറയുന്നു, വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് കയറാൻ പോകുന്നുണ്ട്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകും. സീ ലെവൽ ഉയരും. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ചർച്ച എന്താ? ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് ഏറ്റവും വലിയ ആഗോള താപനം. ആഗോള താപനം എന്നത് വാർമിംഗ് ശരിക്കൊരു വാർണിംഗ് ആണ്. ഇത് അള്ളാഹുവിന്റെ വാർണിംഗ് ആണ്, താക്കീതാണെന്നാണ്. ഐസുമലകൾ കാണാനില്ല, ഐസുമലകൾ കാണാനില്ല. ഗ്രീൻലാൻഡിലെയും പസഫിക്കിന്റെ ഭാഗങ്ങളിൽ കിടക്കുന്ന എത്രയോ ഐസിന്റെ മലകൾക്ക് അഡ്രസ് ഇല്ല. എവിടെ പോയി? മെൽറ്റായി പോയിരിക്കുകയാണ്. പോളാർ റീജിയനുകളിൽ, സൂര്യൻ ഉദിക്കാത്ത പ്രദേശങ്ങളിൽ കിടക്കുന്ന എത്രയോ മലകൾ ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഐസിന്റെ മലകൾ. സയന്റിസ്റ്റുകളല്ലേ പറയുന്നത്. എന്താ കാരണം? ചൂട് കൂടിയിട്ട് അവയൊക്കെ ഉരുകി ഒലിച്ച് വെള്ളത്തിലേക്ക് അലിയുകയാണ്. അങ്ങനെ ഗ്രീൻലാൻഡിൽ മാത്രമുള്ള ഐസ് മലകളെങ്ങാനും വെള്ളമായി അലിഞ്ഞ് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ ലോകത്തെ സമുദ്രജലം 6 മീറ്ററോളം ഉയർത്താൻ മാത്രമുള്ള ഐസിന്റെ മലകൾ ഗ്രീൻലാൻഡിൽ അല്ലാഹു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അങ്ങനെ കടലോര പ്രദേശങ്ങൾ, സർവമാന ലോകത്തിന്റെ സീപോർട്ടുകളും വെള്ളത്തിനടിയിലായി പോകും. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകാൻ പോകുന്നുണ്ട്. അത് അന്ത്യനാളിന്റെ മുമ്പ് സംഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ കടൽ ജലം ഉയരാനുള്ള സാധ്യതയാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു ഐസുമലകളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഐസുമലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ കടലിൽ ജലത്തിന്റെ നിരപ്പ് ഉയരാൻ തുടങ്ങും. എന്തിന് 6 മീറ്റർ? 1 മീറ്റർ ഉയർന്നാൽ ലോകത്തൊട്ടുമിക്ക സീപോർട്ടുകളും വെള്ളത്തിനടിയില്ല. 2 3 ഉയർന്നാൽ കഴിഞ്ഞു. പിന്നെ ഒരു കപ്പലിനും സീപോർട്ടിലേക്ക് സാധനം ഇറക്കാൻ പറ്റൂല, വെള്ളത്തിലായി പോകും. എവിടൊക്കെ ഏത് മുനിസിപ്പാലിറ്റിക്ക് വെള്ളം അടിച്ചൊഴിവാക്കാൻ പറ്റുക? അള്ളാന്റെ കടലും കിട്ട് വന്നാൽ ഫുജ്ജിറത്. ഇത് ഖുർആൻ പറയുന്ന അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. സൂര്യനും ചന്ദ്രനും വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രന് സഞ്ചരിക്കാനുള്ള ഭ്രമണപഥം നിശ്ചയിച്ചു കൊടുത്ത അല്ലാഹു ഈ ചന്ദ്രന്റെ പ്രഭ നഷ്ടപ്പെട്ടു പോവുകയും അതിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത് ഉണങ്ങിയ ഈത്തപ്പന കുല പോലെ പൊടിപൊടിയാകാൻ പോകുന്നു. സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട അവസാനത്തെ ഊഴം വരെ സഞ്ചരിക്കാൻ പോകുന്നുണ്ട്. സൂര്യനും ഒരു ഡാർക്ക് മാറ്ററായി മാറാൻ പോവുകയാണ്. വെളിച്ചമില്ലാതെ പ്രഭയില്ലാതെ പൊലിഞ്ഞു പോകും. فإذا برق البصر وخسف القمر وجمع الشمس والقمر. അന്ത്യനാളിനെ കുറിച്ച് ഖുർആനിന്റെ പ്രഖ്യാപനമാണിത്. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ കണ്ണുകൾക്ക് നോക്കി കാണാൻ കഴിയാത്ത വിധം കണ്ണിന്റെ പ്രഭ പോലും നഷ്ടപ്പെടുമ്പോൾ ഭൂമിയും സൂര്യനും അടുത്തുവരെ വന്നുകൊണ്ടിരിക്കുകയാണ്, അടുക്കുകയാണ്.
അതിന്റെ ഭാഗമാണ് നമ്മുടെ താപനം അനുഭവിക്കുന്നത്. ഭൂമിയുടെ റൊട്ടേഷനിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ അല്ലാഹു തആല ഞൊടിയിടയിൽ വർദ്ധിപ്പിക്കുകയും, ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. ചന്ദ്രനും ഭൂമിയും അടുത്തു വന്നാൽ ഭൂമി ചന്ദ്രനെ പിടിച്ചു വലിക്കും. ചന്ദ്രനെ പിടിച്ചു വലിച്ചാൽ ചന്ദ്രൻ പൊടിപൊടിയായി ധൂളിയായി ഭൂമിക്ക് ചുറ്റും പറക്കും. ഏതുപോലെ ശനിഗ്രഹത്തിന്റെ ചിത്രം നോക്കിയാൽ ഒരു വട്ടം കാണാൻ പറ്റും ശനിക്ക് ചുറ്റും. അത് ശനിഗ്രഹത്തിന്റെ ഉപഗ്രഹമായിരുന്നു. പിടിച്ചു വലിച്ചതാ ഗ്രാവിറ്റി കൊണ്ട്. പൊടിയായി, അങ്ങനെ പൊടിയായി ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ധൂളിയായി പറക്കാൻ തുടങ്ങും. ഈ ധൂളിയോടുകൂടെ സൂര്യനിലേക്ക് ഭൂമി അടുത്താൽ, സൂര്യനാണ് ഭൂമിയേക്കാൾ ഗ്രാവിറ്റി കൂടുതലുള്ളത്, ആകർഷണ ബലം കൂടുതലുള്ളത്. ആദ്യമായി പിടിക്കപ്പെടുന്നത് ആരാണ്? ചന്ദ്രനാണ്. ചന്ദ്രൻ പൊടിയാണ്. ഈ പൊടി സൂര്യനിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. സൂര്യനും ചന്ദ്രനും പിന്നെ ഒന്നാകും. ശുദ്ധ ഖുർആൻ. ഇത് നടക്കാൻ പോകുന്ന സംഗതികളാണ്. നടന്നു കഴിഞ്ഞവയുണ്ട്, നടക്കാൻ പോകുന്നവയുണ്ട്. വലിയ അത്ഭുതമാണ്. ചന്ദ്രനിൽ പിളർപ്പുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. പിളർപ്പ്, ചന്ദ്രനിൽ പിളർപ്പ് സംഭവിച്ചത് അത് അറിഞ്ഞിട്ട് മുസ്ലിമായ ആളുകളുണ്ട്. ഡേവിഡ് മൂസയെ പോലെ, ഡേവിഡ് മൂസ പിറ്റ്കോക്ക് ബ്രിട്ടീഷുകാരനാണ്. അയാൾ മുസ്ലിമാവാൻ തന്നെ കാരണം ചന്ദ്രൻ പിളർന്നു എന്നുള്ള ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. ഇഖ്തറബത്തിസ് സാഅ, ലോകാവസാനം അടുത്തു വന്നിട്ടുണ്ട്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. ചന്ദ്രൻ പിളർന്ന് എവിടെയാ? അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കാലത്ത് മക്കയിലാണ് നടന്നത്. ഖുറൈശികൾ ചോദിച്ചതാ, മുഹമ്മദ് നബിയെ, നിങ്ങളുടെ പടച്ചവൻ വല്ലാത്ത കഴിവുള്ള ദൈവം തമ്പുരാനാണെങ്കിൽ ഇക്കാണുന്ന ചന്ദ്രനെ 2 ഭാഗമാക്കി പൊളിയാക്കി കാണിച്ചു തരാമോ? പൂർണ്ണചന്ദ്രനെ നോക്കി പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും. യാ അല്ലാഹ്, എന്റെ സമൂഹം പറയുന്നുണ്ട്, പടച്ചവനെ, ഈ ചന്ദ്രന് നീ 2ആയി കാണിച്ചു കൊടുത്താൽ അവർ നിന്നിൽ വിശ്വസിക്കാമെന്ന്. 2 ഫിൽഖത്തുകളായി കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വഹാബികൾ പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ ചന്ദ്രൻ 2 പിളർപ്പായി, ഒന്നൊരു മലയുടെ മുകളിലും മറ്റൊന്ന് ജബൽ അബീ ഖുബൈസിന്റെ മുകളിലും എന്ന പോലെ തോന്നുമാർ 2 ഭാഗമായി മാറി നിൽക്കുന്നത്. ചന്ദ്രൻ മക്കയിലേക്ക് ഇറങ്ങിയതല്ലേ, ആകാശത്തുള്ള ചന്ദ്രനെ 2 പാതിയായി ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഖുർആനല്ലേ പറയുന്നത്, ഇഖ്തറബത്തിസ് സാഅ, അന്ത്യനാൾ വന്നെത്തുന്നതിന്റെ അടയാളങ്ങളിലുണ്ട്. വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരുന്നത്. ചന്ദ്രൻ പിളർന്നു. അന്ന് ബ്രിട്ടീഷുകാർ ഒരു ലൈവ് പ്രോഗ്രാം UK-യിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സയന്റിസ്റ്റുകളുടെ ഡിബേറ്റ്, അമേരിക്കൻ സയന്റിസ്റ്റുകളും ബ്രിട്ടീഷ് സയന്റിസ്റ്റുകളും തമ്മിലുള്ള ഡിബേറ്റ്. ഡേവിഡ് മൂസ പിറ്റ്കോക്ക്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹം മുസ്ലിമാണ്. ഇപ്പോ ഡേവിഡ് മൂസ പിറ്റ്കോക്ക് അദ്ദേഹം മുസ്ലിമാണ്. മുസ്ലിമാണുള്ള കാരണം പറഞ്ഞ എന്താണെന്നറിയോ? അന്ന് അദ്ദേഹം ലൈവ് TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചർച്ച അമേരിക്കൻ സയന്റിസ്റ്റുകളും ബ്രിട്ടീഷുകാർ ചോദിച്ചു, പൊന്നാര അമേരിക്ക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളർ പൊടിച്ചിട്ട് നിങ്ങൾ ചന്ദ്രനിലേക്ക് പോയി അല്ലേ? എന്താ മനുഷ്യ സമൂഹത്തിന് കിട്ടിയത്? നിങ്ങൾ കുറച്ച് കല്ലുകളുമായി വന്നു. ചന്ദ്രനിലെ കുറച്ച് കല്ലുകൾ എന്നല്ലാതെ എന്ത് നേട്ടമാണ് നിങ്ങൾ ചെയ്തത് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ചോദിച്ചു. അമേരിക്കൻ സയന്റിസ്റ്റുകൾ ഒന്നും പറഞ്ഞില്ല. ഇവർ പിന്നെ കയറി പിടിച്ച് പറയാൻ തുടങ്ങി, എന്ത് നേട്ടമാണ് നിങ്ങളെ കൊണ്ടുണ്ടായി? ബില്യൺ കണക്കിന് ഡോളർ പിടിച്ചിട്ടേ കുറച്ച് പാറക്കല്ല് കൊണ്ടുവരാൻ നിങ്ങൾ പോയത്. അപ്പൊ അവർ മറുപടി പറഞ്ഞു, ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അന്ന് ഇയാൾ മുസ്ലിമല്ല. അന്ന് അമേരിക്കക്കാർ പറഞ്ഞു, ഞങ്ങൾ പോയത് മറ്റൊരു ദൗത്യത്തിനായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് ചന്ദ്രനിലെ ചില മലകൾ, ഇങ്ങനെ നിൽക്കേണ്ട മലകൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. മലയുടെ എൻഡുകൾ ഒരുമിച്ച് കൂടിച്ചേരാതെ നേർപകുതിയിൽ കട്ടായി പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ഒന്നാകെ ചന്ദ്രന്റെ ചുറ്റും ഇത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ഒരു സാധനം when you cut open, എന്നിട്ട് അത് കൂടിച്ചേർക്കുമ്പോ അത് ഒരേപോലെ നിൽക്കേണ്ടതിന് പകരം ഒരൽപ്പം ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാനാ ഞങ്ങൾ ശരിക്കും പോയത്. അത് പഠിക്കാൻ വേണ്ടി പോയതാണ്. ചന്ദ്രൻ 2 കഷ്ണമാക്കപ്പെട്ടതുപോലെ തോന്നുന്നുവല്ലോ.
കാരണം മലകളുടെ എൻഡുകൾ നിൽക്കുന്നത് ഒരേപോലെയല്ല, ഒന്ന് മറ്റൊന്നിലേക്ക് ഒരൽപ്പം മാറിയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ചന്ദ്രന്റെ ചുറ്റും ഞങ്ങൾ കണ്ടു. അതിന്റെ സത്യാവസ്ഥ പഠിക്കാനാണ് ചന്ദ്രനിലേക്ക് ഞങ്ങൾ യാത്ര പോയത്. ഇത് പറഞ്ഞപ്പോഴാ ഡേവിഡ് മൂസ പിറ്റ്കോക്ക് എന്ന ഖുർആനിന്റെ പരിഭാഷ വായിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഇതത്ഭുതം, ഇതത്ഭുതം. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്തറബത്തിസ് സാഅതു വൻഷഖൽ ഖമർ. ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ലോകാവസാനം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നു. ആ പിളർപ്പിനെ കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. ആ നേരം പറഞ്ഞ വാക്കാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബ്രിട്ടീഷുകാരനായ ബുദ്ധിജീവി ഡേവിഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡേവിഡ് മൂസയായത് ഇന്ന് മുസ്ലിമാ. തന്റെ ബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തന്റെ മുസ്ലിമാവാനുള്ള കാരണം അന്വേഷിച്ചാന്ന് മനസ്സിലാവും. ലോകാവസാനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഈ മഹാത്ഭുതങ്ങളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് വരാനുണ്ട് മസീഹുദ് ദജ്ജാൽ, ലോകത്ത് വരുന്നുണ്ട് ദാബത്തുൽ അർള്. അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അള്ളാഹു ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഅബയെ തവാഫ് ചെയ്യുന്ന പോലെയാണ്. ആ റൊട്ടേഷന് തിരിച്ചു വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ്. ഇന്ന് ഭൂമി കറങ്ങുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നത്. അത് അള്ളാഹു ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ, ഇങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് പിന്നെ പടിഞ്ഞാറാണ്. അത്ര ഈസിയാണത്. ഭൂമി ഇങ്ങനെ കറങ്ങുന്നത്, അതിനോട് ഇങ്ങനെ കറങ്ങാൻ പറഞ്ഞാൽ ഭൂമി സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറായിരിക്കും. നമ്മളോട് കഅബയെ തവാഫ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ? കഅബയെ ഇടത്താക്കി മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത് എവിടെയാ? ഇടതുഭാഗത്താണ്. നമ്മുടെ കൽബ്, ഹൃദയഭാഗം എവിടെയാണ്? കൽബ് കിടക്കുന്നത്, ഹൃദയം കിടക്കുന്നത് നെഞ്ചിന്റെ ഇടതുഭാഗം. ആ കൽബ് കഅബാലയത്തിലേക്ക് വെച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് എന്ന പരിശുദ്ധമായ കല്ലിനെ സാക്ഷി നിർത്തി അവിടുന്ന് തുടങ്ങണം തവാഫ്. 7 റൗണ്ട്. 7 റൗണ്ട്. 7 എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട, ദിവസങ്ങൾ 7ആണ് ഒരാഴ്ചയിൽ. പ്രകാശത്തിന്റെ വർണ്ണങ്ങൾ 7 എണ്ണമാണ്. വിബ്ജർ 7. ആകാശം 7ആണ്, 7 ആകാശങ്ങൾ. ഭൂമിയുടെ ലെവലുകൾ 7 എണ്ണമാണ്. 7 വലിയൊരു അത്ഭുതമുള്ള അക്കമാണ് ഖുർആനിൽ, അത്ഭുതമുള്ള അക്കമാണ്. 7 മഹാനി ആവർത്തിക്കപ്പെടുന്ന 7 സൂറത്തുൽ ഫാത്തിഹ. ഭയങ്കര അത്ഭുതമാണ്. 7 റൗണ്ട് ചുറ്റണം. ആ ചുറ്റുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ആ ചുറ്റുന്ന പോലെയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്, ഇടത്തുനിന്ന് വലത്തോട്ട് കറങ്ങുന്നത്. കഅബം തവാഫ് ചെയ്യാൻ പറഞ്ഞത് വലിയൊരു അത്ഭുതമുള്ള രീതിയാണ്. ഭൂമി കറങ്ങുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. കാരണം ഭൂമിയുടെ ഉപഗ്രഹമല്ലേ, സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. ചന്ദ്രൻ കറങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ ഈ കഅബം തവാഫ് ചെയ്യുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാ, ഇടത്തുനിന്ന് വലത്തോട്ട്. ഭൂമി സൂര്യനെ ലക്ഷ്യമാക്കി കറങ്ങുന്നുണ്ട്. അങ്ങനെ സൂര്യന് ചുറ്റും ഒരു കറക്കം നമ്മുടെ ഭൂമി പൂർത്തിയാക്കുന്നത് 365 ദിവസം കൊണ്ട്. ആ ഒരു കറക്കം ഭൂമി കറങ്ങുന്നത് കഅബയെ നമ്മൾ തവാഫ് ചെയ്യുന്ന പോലെ സൂര്യനെ ഇടതാക്കിയിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഭൂമിയുടെ കറക്കം. സൂര്യൻ അതിന്റെ സർവ്വഗോളങ്ങളെയും കൊണ്ട് മിൽക്കി വേയുടെ മധ്യത്തെ ലക്ഷ്യമാക്കി സൂര്യൻ കറങ്ങുന്നുണ്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്. ഗാലക്സികൾ സ്വയം കറങ്ങുന്നുണ്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്. ചെലന്തി വല കെട്ടുന്നത് പോലും ഇടത്തുനിന്ന് വലത്തോട്ടാ. ഇത് അല്ലാഹുവിന്റെ സിസ്റ്റമാണ്. അള്ളാന്റെ സിസ്റ്റം ഭയങ്കര അത്ഭുതമല്ലേ ഇത്? ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞൊരു അത്ഭുതം കൂടെ പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതറൽ അർള വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തമുർ മർറസ് സഹാബ് സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈ. ഭൂമി തിരിയുന്നുണ്ടെന്നാ ഖുർആൻ പറയുന്നത്. നമുക്ക് തോന്നുന്നുണ്ട് ഭൂമി കറങ്ങുന്നുണ്ട്? നമ്മളിപ്പോ എത്ര സ്പീഡിലാണ് ഓടുന്നറിയോ? നമ്മുടെ ഭൂമി അള്ളാന്റെ വായുവിൽ, ഈ സ്പേസിൽ നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഓടുന്ന സ്പീഡ് എത്രയാണെന്നറിയോ? 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. 1 മണിക്കൂറിൽ
108,000 കിലോമീറ്റർ വേഗതയിൽ നമ്മളും പള്ളിയും പന്തലൊക്കെ അടക്കം പോകുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ 108,000 സ്പീഡിൽ നമ്മുടെ ഭൂമി കറങ്ങിയാലേ അടുത്ത ജനുവരി 1 ആവുള്ളൂ. 365 ദിവസം. അത് പൂർത്തിയാവുന്നത് 108,000 കിലോമീറ്റർ സ്പീഡിൽ പെർ അവർ. ഭൂമി സൂര്യന് ചുറ്റുമുള്ള കറക്കമാണ്. ആ റൗണ്ട് പൂർത്തിയാകുമ്പോഴാ 1 കൊല്ലമായി നമ്മൾ പറയാം. ആ പോക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഒരു ട്രെയിൻ പോയാൽ അടുത്ത് നിൽക്കാൻ പറ്റുമോ? കൊടുങ്കാറ്റല്ലേ. സൂര്യന്റെ ചുറ്റും ഭൂമി ഇത്ര സ്പീഡിൽ പോയിട്ട് വല്ല കൊടുങ്കാറ്റും ഭൂമിന്റെ അന്തരീക്ഷത്തിൽ വല്ല കാറ്റും അറിയുന്നുണ്ടോ? വല്ല ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഈ അന്തരീക്ഷത്തിൽ ഒന്നും അറിയുന്നില്ല. ഖുർആൻ പറയുന്നു, നോക്കൂ. വതറൽ ജിബാല, പർവ്വതങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ നബിയേ, തഹ്സബുഹാ ജാമിദ, അത് അനങ്ങാതെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഖുർആൻ നോക്കുക, നിങ്ങൾക്ക് തോന്നും അനങ്ങണില്ല. തഹ്സബുഹാ ജാമിദ വഹിയ തമുറു, ഈ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. മർറസ്സഹാബ്, മേഘങ്ങൾ കറങ്ങുന്ന പോലെ, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് നബിയേ. സുൻഅല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, അല്ലാഹുവിന്റെ സംവിധാനമാണ്. അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ, എല്ലാറ്റിന്റെയും ക്രിയേഷൻ പെർഫെക്റ്റ് ആയി ചെയ്തവനാണ് അല്ലാഹു. അതുകൊണ്ട് നബിയെ, അനങ്ങുന്നില്ല എന്ന് മനുഷ്യർക്ക് തോന്നും. ഇവ അനങ്ങുന്നുണ്ട്. ഏതുപോലെ? മേഘം സഞ്ചരിക്കുന്ന പോലെ. ഒരു പർവ്വതവും പാണത്തൂര ഒരു മലയും ഇങ്ങോട്ട് ഏഴിമലയിലേക്കോ ഏഴിമലയിലെ പർവ്വതം മംഗലാപുരത്തേക്കോ മാറിയിട്ടില്ല. ഇത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള പറയും ചെയ്യാം. ഏതുപോലെ? മേഘം പോലെ. എന്താണ് പറഞ്ഞത്? മേഘം ഒറ്റക്കാണോ പോകുന്നത്? അല്ല. മേഘത്തെ ആര് തള്ളിവിടണം? കാറ്റ് തള്ളിവിടണം. അപ്പൊ മേഘം പോകും. അപ്പൊ കാറ്റ് കൊണ്ട് മേഘം പോകുന്ന പോലെ ഭൂമിയുടെ സ്വയം കറക്കം കൊണ്ട്, ഭൂമിയുടെ അനക്കം കൊണ്ട്, അതിനനുപാതികമായി പർവ്വതം ഭൂമിയോടൊപ്പം കറങ്ങുന്നുണ്ട്. പർവ്വതം ഒറ്റക്ക് നടക്കുന്നതല്ല, ആരോ കൊണ്ടുപോകുന്നുണ്ട്. മേഘത്തെ കാറ്റ് കൊണ്ടുപോകുന്ന പോലെ. അല്ലാഹു ഉദാഹരണം വെച്ച് നോക്കൂ. എന്നിട്ട് പറയാൻ, ആ 108,000 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിലെ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂറായി. ഭൂമിയോടൊപ്പം നമ്മൾ 108,000 കിലോമീറ്റർ അള്ളാഹിന്റെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. 108,000 കിലോമീറ്റർ. നമ്മൾ അറിയുന്നുണ്ടോ? മനുഷ്യന് കഥയെന്ന് കണ്ടു. നമ്മൾ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി തർക്കിച്ചിരിക്കുക. അള്ളാഹിന്റെ ഭൂമിയിലെ മഹാത്ഭുതങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഈ ലോകത്തിന്റെ അത്ഭുതങ്ങൾ. വല്ല പ്രയാസം നമ്മൾ അറിയുന്നുണ്ടോ? ഭൂമിയിൽ ഇത്ര സ്പീഡിൽ സാധനം പോയാൽ എന്തൊരു കൊടുങ്കാറ്റായിരിക്കും. പക്ഷെ അന്തരീക്ഷത്തിലൊന്നും സംഭവിക്കണില്ല. യാ അല്ലാഹ്. അങ്ങനെ പ്രപഞ്ചത്തെ കറക്കുന്ന അല്ലാഹു തആല, ഭൂമിയെ സഞ്ചരിപ്പിക്കുന്ന അല്ലാഹു, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഭൂമിയുടെ ഇടത്തുനിന്ന് വലത്തോട്ടുള്ള കറക്കം, നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന കറക്കം, നമ്മൾ സഈ ചെയ്യുന്നത് പോലും അങ്ങനെയാണ്. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക്. ശരിക്കും ചിന്തിച്ചാൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ തിരിയുന്ന പോലെ സഫീൻ തുടങ്ങി മർവയിലേക്ക് അവസാനിക്കുന്ന സഈ, സഫാ മർവന്റെ ഇടയിലെ നടത്തം പോലും കഅബ ചുറ്റുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും, സയൻസ് പഠിക്കുന്ന മക്കൾ മനസ്സിലാക്കണം, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അതിന്റെ ഓർബിറ്റിലൂടെ കറങ്ങുന്നുണ്ട്. അവിടെ ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ കേന്ദ്രമാക്കി കറങ്ങുന്നത് കഅബ തവാഫ് ചെയ്യുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഇതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ഈ കറക്കം യൂണിവേഴ്സലാണ്. അല്ലാഹു നമുക്ക് തെരഞ്ഞെടുത്ത ഇബാദത്തും അങ്ങനെ തന്നെ. ആ ഭൂമിയോട് അല്ലാഹു, ഇടത്ത് നിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ പിന്നെ സൂര്യോദയം കാണുന്നത് പടിഞ്ഞാറായിരിക്കും. അത് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇസ്ലാമാണ്, മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന അത്ഭുതം നടക്കും. അത് കണ്ടാൽ എല്ലാ അമുസ്ലിമും മുസ്ലിമാവാൻ നോക്കും. കാരണം ഈ പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെ ഒരു പ്രവചനം നടത്തി പുലർന്നത് ഏത് മതത്തിന് പറയാനുണ്ട്? തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്ക് ഉദിച്ചാലും മതി. ഇപ്പോ എല്ലാവർക്കും ഉദിക്കണ്ട.
ഒരൊറ്റ രാജ്യക്കാർക്ക് മതി. അമേരിക്കയിൽ ഉദിച്ചോ അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഉദിച്ചോ, അപ്പോഴേക്കപ്പോഴേ ന്യൂസ് അവർ വന്നില്ലേ, ഹോട്ട് ന്യൂസ്. കൂട്ടരെ, ഈസ്റ്റേൺ രാജ്യക്കാരെ പുറപ്പെട്ട് ഉറങ്ങിക്കോളും, നിൽക്കുന്ന പകലില്ല, ഞങ്ങൾക്ക് ഇവിടെ ഉദിച്ചു കഴിഞ്ഞു, സൂര്യൻ പടിഞ്ഞാറന്ന് ഉദിച്ചു. സർവ്വ ന്യൂസുകളും വരും അല്ലെ, ഹോട്ട് ന്യൂസ് അതായിരിക്കും, എക്സ്ക്ലൂസീവ് ന്യൂസുകൾ അതാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ചർച്ച അതായിരിക്കും. അര ദിവസം ഉണ്ടാവുള്ളൂ, അര ദിവസം, ഹാഫ് ഡേ. അത് കഴിഞ്ഞ സൂര്യൻ അവിടെ തന്നെ അസ്തമിക്കും, പിന്നെ കിഴക്ക് ഉദിക്കുകയും ചെയ്യുന്ന. ഇത് കണ്ടാൽ ഒരുപാട് ആളുകൾ മുസ്ലിമാകുന്നതാണ്, ഒരുപാട് ആളുകൾ മുസ്ലിമാകും. കാരണം ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതേ, ഇത് കണ്ടിട്ടൊന്നും മുസ്ലിം ആവേണ്ട ഗതികേട് വേണ്ട, ഇത് കണ്ടിട്ട് നിങ്ങൾ മുസ്ലിം ആവണ്ട. لا تنفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. അതുവരെ മുസ്ലിമാവാത്തവർക്ക് പിന്നെ ഇസ്ലാമായിട്ട് കാര്യമില്ല. അതുവരെ വഴിതെറ്റി നടന്നിട്ട് പിന്നെ ആ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ഞാൻ നന്നാവട്ടെ പടച്ചോനെ, എനിക്ക് മരിക്കണം, എനിക്ക് ആഖിറം, എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ, നരകം, സ്വർഗം, ഇതൊന്നും പിന്നെ ചിന്തിച്ചിട്ട് അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. എന്തേന്നറിയോ, പടച്ച നമ്പുരാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന എല്ലാരും വിശ്വസിക്കൂലേ? ഇതെന്തിന്റെ ലോകമാണ്? പരീക്ഷണത്തിന്റെ ലോകമാണ്. ലിനബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഇതങ്ങ് മഹാത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്ത് അത്ഭുതം? ഇതൊന്നും ഇല്ലാതെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കരമാണ്. നമ്മൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കര റിസ്ക് എടുക്കുന്നവരാണ് നമ്മൾ. നാളെ പരലോകത്ത് സ്വർഗ്ഗമുണ്ടെന്ന് വിചാരിച്ച നമ്മൾ കള്ളുടിക്കാത്തത്, നാളെ പരലോകത്ത് സ്വർഗ്ഗമുണ്ടെന്ന് വിചാരിച്ചിട്ടാ വ്യഭിചരിക്കാതിരിക്കുന്നത്, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ സ്വർഗവും സ്വർഗീയ ആരാമങ്ങളും ഉണ്ടെന്ന് വിചാരിച്ച നമ്മൾ അമുസ്ലിമീങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത്, നമ്മൾ അള്ളാഹനെ സൂക്ഷിക്കുന്നത് ഭയങ്കര റിസ്ക് അല്ലേ? ഭയങ്കര റിസ്ക് അല്ലേ നമ്മൾ എടുക്കുന്നത്? അവിടെ ഉണ്ട് ഇഖ്ബാലൊക്കെ പറഞ്ഞു, ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ യഹൂർ. ഇഖ്ബാല പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. ഔറോംകെ ഖസാനെ ഹെ മഅമൂർ ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ യഹൂർ. ബർഖ് ഗിർതി ഹെ തോ ഗിർതി ഹെ ബച്ചാരെ മുസൽമാൻ പർ. എന്ത് അപകടം ഉണ്ടെങ്കിലും മുസ്ലിമിന്റെ തലക്ക്, അമുസ്ലിമീങ്ങളുടെ ഖജനാവുകളൊക്കെ നീ നിറച്ചു കൊടുത്തില്ലേ പടച്ചവനെ? ഓ ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ ഹൂർ. മുസ്ലിമിന് ഹൂറുല്ലിനുണ്ട് എന്ന ഒരു വാഗ്ദാനം പടച്ച റബ്ബേ, ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം കൊടുത്തു, ഇവിടെ തന്നെ ഞങ്ങൾക്ക് തരാമെന്ന് നീ വാഗ്ദാനം ചെയ്തു അല്ലേ എന്ന് ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട് ശിഖ്വയിൽ. ഈ റിസ്ക് എടുക്കുന്നതിന് അല്ലാഹു സ്വർഗ്ഗം തരും. ഇത് വല്ലാത്ത റിസ്ക്കാണ്, ഇത് ഭയങ്കര റിസ്ക് എടുക്കാണ്. നമ്മള് കാണാത്തൊരു ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഈ റിസ്ക് എടുക്കുന്നതിനാ സ്വർഗം. സ്വർഗം നമ്മൾ 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വർഗം ലോകങ്ങളാണ് ഒരാൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ ഇവരിത് ചെയ്യും. മസീഹുദ് ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ. പക്ഷേ നമുക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജൂതന്മാർ ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യമുണ്ട്, നമ്മൾ പറഞ്ഞു. ഇസ്രായേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്, ഗർഖദ്. ഗർഖദ്, ആ വൃക്ഷത്തിന്റെ പേരെന്നതാ? ഗർഖദ്. ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ, പാർക്കിലൊക്കെ, അതുപോലെ ലക്ഷക്കണക്കിന്. ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിരിക്ക് പറയുണ്ടായി, എത്രയോ 16 മില്യണോ, ആ ചെറിയ രാജ്യത്തെ 16 മില്യണോളം ഗർഖദ് വൃക്ഷങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയോ? ലോകത്ത് അവസാന ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ. അതിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും. ജൂതന്മാർ അടിയറ പറയും, മുസ്ലിമീങ്ങൾ ജയിക്കും. ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും, യാ മുസ്ലിം തആൽ, ഇങ്ങോട്ട് വാ മുസ്ലിമേ, എന്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും, ഒറ്റുകൊടുക്കും. ഇല്ലൽ ഗർഖദ, ഗർഖദ് എന്ന വൃക്ഷമല്ലാതെ, ഫഇന്നഹാ മിൻ ഷജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ്, ആ മരം വിളിച്ചു പറയൂല. ഈ മരം മില്യൺ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക്.
അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അവര് മസീഹുദ് ദജ്ജാലിനെ വിളിക്കുന്ന പേരാണ് ആന്റി ക്രൈസ്റ്റ്. ഈസ നബിയുടെ എതിരാളി, ഈസ നബിയുടെ എതിരാളി. ആ വാക്കിന്റെ പേരെന്നതല്ലേ, ആന്റി ക്രൈസ്റ്റ്. ഈസ നബിയുടെ എതിരാളി ആര് വിളിക്കുന്നു? ജൂതന്മാർ. ക്രിസ്ത്യാനികളും മസീഹുദ് ദജ്ജാലിനെ ഇന്ന് വിളിക്കുന്ന പേരെന്താ? ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട്. ജൂതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും, ഞങ്ങൾ ജയിച്ചടക്കും. ആന്റി ക്രൈസ്റ്റ് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, മസീഹുദ് ദജ്ജാൽ ഈസ നബി അലൈഹിസ്സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ, ഉപ്പ് ഉരുകിത്തീരുന്ന പോലെ ഈസ നബിയെ കണ്ടാൽ ഈ മസീഹുദ് ദജ്ജാൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഉരുകിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മസീഹുദ് ദജ്ജാലിനെ വധിക്കുന്നത് മഹാനായ ഈസ നബി അലൈഹിസ്സലാമാണ്. ഈസ നബിയാണ്. യഖ്തുലുഹു ഈസ ഇബ്നു മറിയം, ഈസ നബി, മറിയമിന്റെ പുത്രൻ ഈസ നബി മസീഹുദ് ദജ്ജാലിനെ വധിക്കുക തന്നെ ചെയ്യും. എവിടെ വെച്ച്? ബിബാബ് ലുദ്, ലുദ് എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട്. ലുദ് ഇന്നത്തെ ഇസ്രായേലിലെ, പലസ്തീനികളിൽ നിന്ന് പിടിച്ചടക്കിയ ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ടെറിറ്ററിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ്. ഇസ്രായേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ്ദാണ്. ആ ലുദ്ദിൽ വെച്ചിട്ട് മസീഹുദ് ദജ്ജാലിനെ ഈസ നബി പിടികൂടാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി മസീഹുദ് ദജ്ജാലിനെ പിടിക്കുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട്. നബി തങ്ങൾ പറഞ്ഞു, അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഈസാ നബിയെ പിടിക്കാൻ. വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കായിരിക്കും, എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാ നബി പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ ആധുനികന് മനസ്സിലാകത്തക്ക രീതിയിൽ ഹദീസിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ആരാണ് മസീഹുദ് ദജ്ജാൽ? അവനിവിടെ ഉണ്ടോ? എന്താണ് അവന് സംഭവിച്ചത്? എന്താ നമുക്ക് കാണാൻ പറ്റാത്തത്? അവൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ആ ഗോത്രത്തിലെ 30ഓളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ 30ഓളം വരുന്ന ആളുകൾ, ലഖ്മ ജുദാം എന്ന ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. തമീമുദ് ദാരിയെ ഓർമ്മ വരണം. ആ സ്വഹാബിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിർവഹിക്കപ്പെട്ടപ്പോൾ ആ 20 റക്അത്ത് തറാവീഹിന് ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിർത്തിയിരുന്ന സ്വഹാബി. 2 സ്വഹാബിമാരിൽ ഒരാൾ ഈ സ്വഹാബിയാണ് തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണമാണ് പറയുന്നത്. ലഹ്മ ജുദാമ ഗോത്രത്തിലെ 30ഓളം ആളുകൾ കടലിൽ യാത്ര പോയി. അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലെത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു കൊടുത്തു. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇരിക്കിൻ. നിങ്ങളെ പേടിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിപ്പോൾ വിളിച്ചത്. പക്ഷേ തമീമുദ് ദാരി എന്ന ഈ ചെറുപ്പക്കാരൻ അഖ്ബറനി, എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു. അത് പഠിപ്പിച്ചു തരാൻ, തമീമുദ് ദാരിയുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇതെന്തല്ല ദഈഫ് അല്ല, എന്തല്ല മൗദൂഉൻ തള്ളിക്കളയുന്ന ഹദീസ് ഒന്നുമല്ല. എന്താ സ്ട്രോങ് ഹദീസാണ് സ്വഹീഹ് മുസ്ലിം. ഞങ്ങൾ യാത്ര പോയി. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞ് ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു. ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. 30ഓളം ആളുകളായ അറബികൾ. അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാ, വോയേജസ്. ഒരു GPS സംവിധാനം ഇല്ലാതെ അവർ യാത്ര ചെയ്തത്. നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ യാത്രയൊക്കെ എങ്ങനെ, എന്തൊരു അത്ഭുതമാണല്ലേ. നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ എല്ലാ സംവിധാനമുള്ള കപ്പലുണ്ട്.
ഒന്നുമില്ല, പായക്കപ്പല് പോരില്ലേ, എവിടെ എത്തുന്ന എന്തറിയും. അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായതുകൊണ്ടാ അവരിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ചതെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദഅവത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചു തന്നത് മാലിക് ദീനാർ തങ്ങൾ അടക്കം അങ്ങനെ വന്നവരല്ലേ. അവർ യാത്ര പോയി, കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലേക്ക് അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ, ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സൗദാ, ഒരു കറുത്ത ഭയങ്കരമായ അദീമ, ഒരു ഭീമാകാരമുള്ള ഒരു ജീവി. അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാൽ അറിയുന്നില്ല. ആകെ രോമാവൃതമായ ഒരു ജീവി. ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു നബിയെ. ഞങ്ങൾ ചോദിച്ചു, മാ അൻത, ഈ ആരാണ് എന്ന് ചോദിച്ചു. നീ എന്താണ് ചോദിക്കന്നെ. മാ അൻത, അത് വിചാരിച്ചത് മറുപടി പറയില്ല. ആ സാധനം മറുപടി പറഞ്ഞു. അതാണ് അത്ഭുതം. ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസ എന്ന മൃഗമാണ്. ഞങ്ങൾ ചോദിച്ചു, വമൽ ജസ്സാസ, എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ? ആ മൃഗം പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇൻതഖിലൂ ഇലാ ദൈരിൻ തഹ്ത, ആ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് പോയി ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും ഞാൻ എന്താണെന്ന്. ഇവര് പറയാ, നബിയേ, ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ വിചാരിച്ചു ഇന്നഹാ ജാന്ന, ഇത് പിശാച് പെണ്ണ് ജിന്നാണോ എന്ന് പേടിച്ചു നബിയേ. ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത്. ഇത് പിശാച്ചാണോ ഞങ്ങൾ പേടിച്ചു. പക്ഷെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു, താഴേക്ക് നടക്കാൻ വേണ്ടി പറഞ്ഞു. നടന്നു ചെന്നു. അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു നബിയെ. ഞങ്ങൾ കണ്ടു, ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്? മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഭയങ്കര ചങ്ങലകൾ, കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിതനാണ്. നീ ആരാണെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരിൻ. ഞങ്ങൾ പറഞ്ഞു, ഉനാസും മിനൽ അറബ്, ഞങ്ങൾ അറബികളാണ്. ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ്. ഞങ്ങൾ വഴിതെറ്റിപ്പോയി, കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. നിങ്ങൾ അറബികളാണല്ലേ? അതെ, ഞങ്ങൾ അറബികളാണ്. എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട്. അഖ്ബിർനി അൻ നഖ്ലി ബൈസാൻ, ബൈസാൻ ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഇന്നത്തെ ജോർഡാനിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പേരാണ് ഈ പറയുന്നത്. ബൈസൻ ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഞങ്ങൾ പറഞ്ഞു, കസീറത്തു ഷജർ, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, കായ്ക്കനികളുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, അമാ ഇന്നഹു, തീർച്ചയായും ഒരു കാലം വരും, ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒന്നുപോലും കായ്ക്കാതെ നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട്. അഖ്ബിർനി അൻ ബുഹൈറത്തി തൊബരിയ, തൊബരി തടാകത്തെ കുറിച്ച് പറഞ്ഞു തരൂ. ഷാമിലെ തൊബരി തടാകത്തെ കുറിച്ചാ ചോദിക്കുന്നത്. തൊബരി തടാകം ശുദ്ധജലമാണ്. ഇവര് പറഞ്ഞു, കസീറത്തുൽ മാ, ഒരുപാട് വെള്ളമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയണോ, ആ വെള്ളമൊക്കെ വറ്റി വരണ്ടു പോകുന്നൊരു സമയം വരാനുണ്ട്. അടുത്ത ചോദ്യം, അഖ്ബിർനി അൻ ഐനി സുഗർ, സുഗർ എന്ന അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂ. സുഗർ വെള്ളത്തെക്കുറിച്ച്, വെള്ളച്ചാട്ടത്തെക്കുറിച്ച്. അവര് പറഞ്ഞു, ഫീഹാ മാ, അതിൽ വെള്ളമുണ്ട്, ആളുകൾ കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാ കേൾക്കണോ, ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ഈ ആളാരാന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ട് ചോദിച്ചു, അഖ്ബിർനി അൻ നബിയിൽ ഉമ്മിയീൻ, അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അവര് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ നബി ലോകത്ത് വന്നിട്ടുണ്ട്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട്. ഇയാൾ ചോദിച്ചു,
ഇങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട് പെരുമാറുന്നത്. ശത്രുതയിലോ അല്ല അനുനയത്തിലോ. പറഞ്ഞു കുറെ ആളുകൾ ശത്രുതയിലാണ്, കുറെ യുദ്ധമൊക്കെ നടന്നു, കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു, കുറെ ആളുകൾ പിൻവച്ചിട്ടുണ്ട്. പക്ഷെ കുറെ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാണ്. ബദർ ഉഹദൊക്കെ നടക്കുന്ന കാലാണപ്പോ. അന്നേരം ഇയാൾ പറഞ്ഞു ഫഖൈറുൽ ലഹും അൻ യുതീഉ, ഫഖൈറുൽ ലഹും അൻ യുതീഉ, അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻപറ്റലാണ്. ആരാ പറഞ്ഞത്? അന മസീഹുദ് ദജ്ജാൽ, ഞാൻ മസീഹുദ് ദജ്ജാലാണ്. ലോകാവസാനം അടുക്കുമ്പോൾ എന്റെ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും ഞാൻ പുറത്തു വരും, ഞാൻ ലോകത്ത് സഞ്ചരിക്കും. 40 യൗമൻ, 40 ദിവസം. യൗമുൻ കസനത്തിൻ വയൗമുൻ കശഹരിൻ വയൗമുൻ കജുമുഅ, ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും 40-ൽ. വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും. വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും. ബാക്കി 37 ദിവസങ്ങൾ സാധാ ദിവസങ്ങളായിരിക്കും. ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും. ഗൈറ മക്ക വ ത്വയ്ബ, മക്കയൊഴികെ ത്വയ്ബ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാനെത്തും. അമ്മാ മക്കത വ ത്വയ്ബ ഫതഹറുസുഹൽ മലായിക, മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല. അന്നേരം മക്കക്കും മദീനക്കും അല്ലാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും, എനിക്കടുക്കാൻ പറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിൽ ഊന്നുവടിയുണ്ട്. ആ വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഹാദിഹി ത്വയ്ബതു, ഹാദിഹി ത്വയ്ബതു, ഹാദിഹി ത്വയ്ബ, ഇതാണ് ആ ത്വയ്ബ എന്ന മദീന. എന്റെ മദീനയുടെ പേരാണ് ത്വയ്ബ, എന്റെ മദീനയാണ് അവൻ ത്വയ്ബ എന്ന് പറഞ്ഞത്. ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ, ഇതാണ് ത്വയ്ബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികളായ 30ഓളം ആളുകളോടാണ് ഫഖൈറുൽ ലഹും അൻ യുതീഉ, അവർക്കൊക്കെ ആ നബിയെ പിൻപറ്റലാണ് നല്ലത്. ഈ വാക്കുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മുസ്ലിമാവണം നബിയെ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ നബിയെ, എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലിയ സ്വഹാബിയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഇപ്പോ, ഒറ്റക്കണ്ണ്. അതുകൊണ്ടാണ് അമേരിക്കന്റെ $1 മുകളിൽ എന്തുണ്ട്, ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കണ്ണ് പിശാച് മസീഹുദ് ദജ്ജാലിന്റെ അടയാളമാണ്. ഇന്നഹു ശാബുൻ ഖതതുൻ അഅവറു ഐനിൽ യുംന, വലത് കണ്ണില്ലാത്ത ഒറ്റക്കണ്ണനാണ് മസീഹുദ് ദജ്ജാൽ. ആര് പറഞ്ഞു? പരിശുദ്ധ റസൂലുള്ളാഹി. അവൻ ജീവിച്ചിരിപ്പുണ്ട്. തങ്ങൾ പറഞ്ഞു ഇന്നഹു ഫീ ബഹരിശ് ശാം ഔ ഫീ ബഹരിൽ യമൻ, അവൻ ഒന്നുകിൽ ഷാമിന് അഭിമുഖമായി കിടക്കുന്ന കടലിലുണ്ട് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടൽ. ഫലസ്തീനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ ഏതാ? ദ മെഡിറ്ററേനിയൻ, ബഹറുൽ ഔസത്ത് അല്ലെങ്കിൽ അൽ ബഹറുൽ അബിയൽ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിലാണ് അവനുള്ളത്. സുഹാബിക്ക് സംശയം, നബി പറഞ്ഞത് ബഹറുൽ ഷാം എന്നാണോ ഔ ഫീ ബഹരിൽ യമൻ, അല്ല യമനിന് അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ അറിയൂല. രണ്ടാലൊന്നാ നബി പറഞ്ഞത്, ബഹറുൽ യമൻ ഔ ബഹറുൽ ഷാം. യമനിന് അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്, മറ്റൊന്ന് ഏതാണ്? ചുവന്ന നമ്മുടെ റെഡ് സീ, ചെങ്കടൽ. ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, രണ്ടാലൊരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ? മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നിട്ടപ്പങ്ങൾ മസീഹുദ് ദജ്ജാൽ തപ്പ നടക്കുന്നത്. അള്ള പൂർത്തി വെച്ചാൽ നമുക്ക് കിട്ടുമോ? 100-300 ആളം കൊണ്ടുപോയ ഫ്ലൈറ്റിന് തുമ്പും ആലുമില്ല ഇപ്പോ. ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ്. എന്തെന്നറിയോ? നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്തെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, പിന്നെണ്ടോ നിങ്ങളെ ചന്ദ്രനും ചൊവ്വയൊക്കെ? അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ്. ഇന്നും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ. എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടെന്താ? മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച്
അള്ളാഹു അവനെ ഒളിപ്പിച്ചു വെച്ചതാണ്. അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ തെരഞ്ഞാൽ കിട്ടാനാണ്? അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട, കിട്ടൂല. തങ്ങൾ പറഞ്ഞു എവിടുന്ന വരികയാണ്? ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് മസീഹുദ് ദജ്ജാൽ കടന്നു വരാൻ പോകുന്നത്. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ്, അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. മസീഹുദ് ദജ്ജാൽ ചെറുപ്പക്കാരനാണ്, ഷാബൻ, 40 വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ അള്ളാഹു അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിൽ 309 കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ, പ്രായത്തിൽ വർധനവ് വരാതെ 7ഓളം ചെറുപ്പക്കാരെ എൻജലൂസ് പർവ്വതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കിക്കിടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നില്ലേ? അള്ളാഹുവിന് വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെന്തുപോലെ ഈസ നബിയെ പോലെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട നബിയാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ഈസ നബിക്ക് എന്താ, ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഈസ നബിക്ക് എത്ര വയസ്സായിരിക്കും? 33 വയസ്സായിരിക്കും ഈസ നബി അലൈഹിസ്സലാമിന്. ഈസ നബി വരുന്നത് 33ാമത്തെ വയസ്സിൽ, പോയത് 33ാമത്തെ വയസ്സിൽ. ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ആ ഈസ നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവരും. ഇത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മളോടും വിശ്വസിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നിനുമല്ല, ജൂതന്മാർ പറഞ്ഞു നഹ്നു ഖതൽനാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ നബിയെ ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവരാണ് ജൂതന്മാർ. അവര് കൊന്നിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഈസ നബിയെ ഭൂമിയിലേക്ക് അല്ലാഹു വിളിച്ചു വരുത്തും. ക്രിസ്ത്യാനികൾ പറയും ഈസ നബി ദൈവപുത്രനാണ്, കുരിശിൽ തറക്കപ്പെട്ട ആളാണ്, ഈസ നബി ഞങ്ങളുടെ ആളാണ്. ത്രിയേകത്വത്തിൽ 3 ദൈവങ്ങളിൽ ഒരു ദൈവം ഈസ നബിയാണ് എന്ന് വാദിച്ച ക്രിസ്ത്യാനികളുടെ വാദം തെറ്റാണെന്ന് അവരെ തെളിയിച്ചു കൊടുക്കാനുമാണ് ഈസ നബി അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഈ 2 മതവിഭാഗങ്ങളല്ലാതെ, ഇസ്ലാമുമല്ലാതെ ലോകത്ത് വല്ല ചർച്ചയുമുണ്ടോ? ഈ സെമിറ്റിക് മതങ്ങളല്ലാതെ. ഇതിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ശരിയാണെന്ന് ഈസ നബിയെ കൊണ്ട് പറയിപ്പിച്ച് ലോകത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിദായത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധ ഖുർആനിന്റെയും തിരുനബിയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശറഇന്റെ വിധി നടത്താൻ വരുന്ന നബിയാണ് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസാ നബി ആകാശത്തേക്കാ പോയത്, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. എന്തേ ഈസ നബിക്ക് 33 വയസ്സന്നെ ആവുന്നത്? വയസ്സേറൂലേ? അതൊന്നും ഇനി ചോദിക്കാൻ പാടില്ല ഈ ആധുനിക കാലത്ത്. എന്തെന്നറിയോ? മേലോട്ട് പോകുന്തോറും സമയം കുറഞ്ഞു വരുന്നു. മാത്രമല്ല, സമയം റിവേഴ്സ് സഞ്ചരിക്കുമെന്ന് കണ്ടെത്തപ്പെട്ട കാലമാണിത്. സമയം റിവേഴ്സ് അടിക്കുന്നു, സമയം ബാക്കോട്ട് സഞ്ചരിക്കുന്നു. ഈസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ വചനം എന്താണ്? വമാ ഖതലൂഹു വമാ സ്വലബൂഹു. ഈസ നബിയെ അവരാരും കുരിശിൽ തറച്ചിട്ടില്ല, ഈസ നബിയെ അവരാരും വധിച്ചിട്ടും ഇല്ല. വലാകിൻ റഫഅനാ, ഈസ നബിയെ നാം ആകാശത്തേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഇന്നത്തെ ഫലസ്തീനിലെ ജബൽ സൈത്തൂൻ, മൗണ്ട് ഒലീവ്, മസ്ജിദുൽ അഖ്സയുടെ അധിക പിക്ചറും മൗണ്ട് ഒലീവിൽ നിന്ന് എടുക്കുക. മേലെ നല്ല ഹൈറ്റിൽ അതിന്റെ ഏരിയൽ വ്യൂ കിട്ടാൻ മൗണ്ട് ഒലീവിലാ കയറുക. മൗണ്ട് ഒലീവ്, ജബൽ സൈത്തൂൻ, അവിടെയാണ് അവസാനമായി ഈസ നബി അലൈഹിസ്സലാം അവിടെ തനിയായികൾക്ക് ദർസ് നടത്തി കൊടുത്തത്. ഹവാരിയീങ്ങൾ എന്ന മുതഅല്ലിമീങ്ങൾക്ക്. ഈസ നബിയെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ നടക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈസ നബി നബിയായത് വന്ന് തന്നെ ജൂതന്മാർക്ക് പിടിച്ചില്ല. പിന്നെ ഈസ നബിക്ക് ഒരു കിതാബ് വന്ന് ഇറക്കി കൊടുത്തു, ഇഞ്ചീൽ, അതും പിടിച്ചില്ല. പിന്നെ ആഴ്ചയിലെ നമ്മുടെ ജുമുഅ പോലത്തെ അവരുടെ ആഴ്ചയിലെ പ്രാർത്ഥനാ ദിവസം ഞായറാഴ്ചയായി അള്ളാഹു മാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും ജൂതന്മാർക്ക് ദേഷ്യം വന്നു. ശനിയാഴ്ച മാറ്റി ഞായറാഴ്ചയാക്കി, ഞങ്ങളുടെ ആരാധന ദിവസം പോലും മാറ്റി, എന്നാ പിന്നെ ഇവനെ കൊല്ലണം എന്ന് പറഞ്ഞ് പാതിരാ നേരത്തെ ചൂട്ട് കത്തിച്ചിറങ്ങിയ ജൂതന്മാർ
ഈസ നബി എവിടെയാണെന്ന് ആര് പറഞ്ഞു തന്നാലും അവർക്ക് നാണയത്തുട്ടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ് നടന്നപ്പോൾ ഈസ നബിയുടെ ശിഷ്യന്മാരിൽ ഒരാൾ യഹൂദ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ 30 വെള്ളി നാണയങ്ങൾ വാങ്ങിയിട്ട് സ്വന്തം ഗുരുവിനെ ഒറ്റുകൊടുത്തു ഈസ നബിയെ. മഹാനായ ഈസ നബി അലൈഹിസ്സലാം സൈത്ത് മലയുടെ അടുത്ത്, ഒലിവ് മലയുടെ അടുത്ത് അവിടെ തനിയായികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. ഈസ നബിയെ എഴുന്നേൽക്കണം, ദർസ് പൂർത്തിയാക്കാൻ നേരമില്ല, നമ്മൾ പോവുകയാണ്. നിങ്ങളെ വധിക്കാൻ വരുന്നുണ്ട് ജൂതന്മാർ, നിങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട് ജൂതന്മാർ. അവർക്ക് പിടികൊടുക്കാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഓർഡറുണ്ട്. നിങ്ങളുടെ ജനനം അത്ഭുതമാണ് ഈസ നബിയെ, നിങ്ങളുടെ ജീവിതവും അത്ഭുതമായിരിക്കും. നമുക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത്-തൗറാഹ് വമുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദിഹി ഇസ്മുഹു അഹ്മദ്. അവർ ചോദിച്ചു, ഈസ നബിയെ, നിങ്ങൾ ഞങ്ങളോട് യാത്ര പറഞ്ഞു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നെന്നും പഠിക്കാനായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണമേ. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത്-തൗറാഹ്, എൻ്റെ മുമ്പിൽ കിടക്കുന്ന തൗറാത്ത് സത്യമാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാനും. വമുബശ്ശിറൻ ബിറസൂൽ, എനിക്ക് ശേഷം ഒരു റസൂൽ വരുന്നുണ്ട്. ഇസ്മുഹു അഹ്മദു, അഹ്മദ് എന്ന പേരുള്ള ഒരു നബി. വസുമ്മീതു അഹ്മദ, അല്ലാഹു എനിക്ക് വെച്ച പേര് അഹ്മദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവിടുത്തെ വല്ലിപ്പ വെച്ചു കൊടുത്ത പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ, അഹ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും സ്തുതിക്കുന്നവർ. ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത് ആരാണ്? മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അള്ളാഹുലേക്ക് നോക്കിയാൽ അഹ്മദാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇബാദത്ത് ചെയ്തവർ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഹംദ് ചൊല്ലിയവർ. അതുകൊണ്ട് നബിയുടെ പേര് അഹ്മദാണ്. ലോകത്തുള്ള എല്ലാവരുടെ നാവിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വാസികളുടെ നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു പഠിപ്പിച്ച് നബിയെ മുഹമ്മദാക്കുകയാണ്. സ്തുതിക്കപ്പെട്ടവരായി അല്ലാഹു മാറ്റിയതാണ്. തങ്ങളുടെ 2 പേരാണിത്, മുഹമ്മദ്, അഹ്മദ്. ആ ഒരു മുഹമ്മദ് പ്രവാചകർ, അഹ്മദ് എന്ന നബിയുള്ള, അഹ്മദ് എന്ന പേരുള്ള മുഹമ്മദ് നബി വരാനുണ്ടെന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വന്ന ആളാണ് ഞാൻ എന്ന മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിഷ്യന്മാർക്ക് അവസാനം കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ പോയ നബിയ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. പോകും 33 വയസ്സ്. സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും 33 വയസ്സായിരിക്കുന്ന ഒരു ഉമ്മൂമ്മ, പ്രായമുള്ള ഒരു ഉമ്മ അള്ളാന്റെ റസൂലിനോട് വന്ന് ചോദിച്ചില്ലേ, പൊന്നാര നബിയേ, അള്ളാന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾ എനിക്ക് ദുആ ചെയ്തു തരണം നബിയേ. തങ്ങൾ പറഞ്ഞു, പ്രായമുള്ള ഉമ്മമാരൊന്നും സ്വർഗത്ത് കിടക്കണില്ല. ഈ സ്ത്രീ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോയി, അങ്ങോട്ട് കരഞ്ഞുപോയി. നബി തങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, ഇങ്ങോട്ട് വരീൻ. ഞാൻ പറഞ്ഞതേ നിങ്ങൾ സ്വർഗത്ത് പോകില്ല എന്നല്ല, സ്വർഗത്ത് പോകുമ്പോഴേ ഈ പല്ലൊക്കെ പോയ ഈ അവസ്ഥയിലൊന്നല്ല, നല്ല 1-ാം നമ്പർ ചെറുപ്പക്കാരിയായിട്ടാണ് നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുക. നിങ്ങളുടെ ഈ വാർദ്ധക്യത്തോടു കൂടെ സ്വർഗത്തിൽ കിടക്കൂല. തങ്ങൾ തമാശ പറഞ്ഞതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി ലഅംസഹു വലാ അഖൂലു ഇല്ലാ ഹഖാ. തങ്ങൾ പറയും, ഞാൻ തമാശ പറയും, പക്ഷെ ഞാൻ സത്യം പറയുള്ളൂ, നുണ പറഞ്ഞ് തമാശ പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്വർഗത്തിൽ കിടക്കുന്ന വയസ്സ് 33. അത് ആരുടെ വയസ്സാ? ഈസ നബി അലൈഹിസ്സലാമിന്റെ വയസ്സാണത്. ഭൂമിയിൽ നിന്ന് ഉയരുമ്പോൾ 33 വയസ്സാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കുന്ന. സ്വർഗത്തിലേക്ക് ആളെ കൊണ്ടുപോകണമെങ്കിൽ ഈ ലോകം അവസാനിക്കണം. എല്ലാവരും ഖബറിൽ വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, 10,000 മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഖബറിൽ കിടന്ന് വിശ്രമിക്കുകയാണ്. ഖിയാമത്തായാലേ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഖബർ സ്വർഗമാണ്. ഒന്നുകിൽ സ്വർഗമാണത്, തെറ്റ് ചെയ്ത ആളുകൾക്കോ അവിശ്വാസികൾക്കോ അത് നരകവുമാണ്. പക്ഷേ അള്ളാഹുവിന്റെ യഥാർത്ഥ സ്വർഗത്തിലേക്കും യഥാർത്ഥ നരകത്തിലേക്കുമുള്ള ആ 2 ഭാഗമാക്കി അള്ളാഹു മാറ്റി നിർത്തുന്നത് ലോകം അവസാനിച്ചതിന്റെ ശേഷമാണ്.
അതുകൊണ്ട് ഒരുപാട് ആളുകൾ പടച്ചവനെ ഖിയാമത്ത് നാക്കിക്കൊണ്ട പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നീ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പോകാൻ കൊതിയാകുന്നു എന്ന് ഖബറിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാ സംഭവങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലേക്കാവണമെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നടക്കണം, ഈ പറഞ്ഞതൊക്കെ നടക്കണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നേരം, ഇറങ്ങി വരുന്ന സ്ഥലം എല്ലാം അല്ലാഹു പറഞ്ഞു. ഈസാ നബിയുടെ ദൗത്യം നന്മ സ്ഥാപിക്കലാണ്. ഇവിടെ മുസ്ലിമീങ്ങളൊപ്പം നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കലാണ്, മസീഹുദ് ദജ്ജാലിനെ വധിക്കലാണ്. ആ സമയം മസീഹുദ് ദജ്ജാൽ അവന്റെ സർവ്വ മാജിക്കും ഉപയോഗിച്ച് ലോകത്ത് നടക്കുന്ന കാലമായിരിക്കും. മസീഹുദ് ദജ്ജാൽ വലിയ മജീഷ്യനാണെന്നാണ്, വലിയ മജീഷ്യനാണ്. നമ്മുടെ മുതുകാടൊക്കെ ചെയ്യുന്ന മാജിക് കാണുന്നില്ലേ, അതൊന്നല്ല മസീഹുദ് ദജ്ജാലിന്റെ മാജിക്കിനും ഇതൊന്നും ഒന്നുമല്ല. മസീഹുദ് ദജ്ജാൽ എന്താ സ്റ്റേജ് മേലല്ല, അങ്ങോട്ട് നിന്നിട്ട് പെയ്യട്ടെ മഴ, അങ്ങോട്ട് പെയ്യാണ് മഴ. സിമെന്റ് ഇട്ട ഭൂമിയോട് മുളക്കട്ടെ നെല്ല് എന്ന് പറഞ്ഞാൽ അവിടെ മുളച്ചു നെല്ലും ഗോതമ്പൊക്കെ. ഭൂമിന്റെ ഉള്ളിൽ നിന്ന് സ്വർണവും ഖനിയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ തേനീച്ച തന്റെ റാണിന്റെ പിന്നാലെ പോണ പോലെ സ്വർണ്ണ ഖനികളൊക്കെ റോളുകളായി പിന്നാലെ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന സുബ്ഹാനല്ലാഹ്. ലോകത്ത് സ്വർണം കൂടുതൽ കാണപ്പെടുന്നത് ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട്. യൂഷികു അൻ തഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ, സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. യൂഷികു അൻ തഹ്സിറൽ ഫുറാത്ത് അൻ കൻസിൻ മിൻ ദഹബിൻ. ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ വലിയ ബ്ലോക്കുകൾ കാണപ്പെടും. കഉസ്തുവാനാത്തി ദഹബി, സ്വർണത്തിന്റെ വലിയ പില്ലറുകൾ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കണ്ടെത്താൻ പോകുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അധിനിവേശ രാജ്യങ്ങളാണതൊക്കെ. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കണ്ണുവെച്ചിരിക്കുന്ന പ്രദേശമാണത്. അവരുടെ റേഡിയോ സിഗ്നലുകൾ കണ്ടെത്താൻ പറ്റും ഭൂമിയിൽ എവിടെയാണ് സ്വർണമുള്ളത്. ഇറാഖിനെ ഇങ്ങനെ പിടികൂടാൻ കാരണം പോലും ഇറാഖിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർണത്തിൽ കണ്ണുവെച്ചുകൊണ്ടാണെന്ന് ചില പത്രങ്ങൾ അത് എഴുതി വിട്ടിരുന്നു. യൂഷികു അൻ തഹ്സിറൽ ഫുറാത്ത്. തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളെ നിങ്ങൾ ആരും അതെടുക്കരുത് കേട്ടോ. ഇറാഖിന്ന് എന്ത് ചെയ്യണ്ട, ഈ സ്വർണം നമ്മളോട് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തുടരുത്. സ്വർണത്തിന്റെ ഖനികൾ കൂടിക്കൊണ്ടിരിക്കുന്ന തേനീച്ചയുടെ റാണിക്ക് പിന്നാലെ തേനീച്ച കൂട്ടമായി പറക്കുന്ന പോലെ മസീഹുദ് ദജ്ജാലിന്റെ പിറകെ സ്വർണവും വെള്ളിയും അത് റോളുകളായി അവന്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ജീവനുള്ള മനുഷ്യനെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ളൊരു ചെറുപ്പക്കാരന് ഒരു ഈർച്ചവാള് കൊണ്ട് 2 പാതിയായി അവൻ കഷ്ണിച്ചു മാറ്റും. എന്നിട്ട് അവനോട് കൂടിച്ചേരാൻ വേണ്ടി പറയും. ഒരു വേദന പോലും അറിയാത്ത രീതിയിൽ അവൻ ചിരിച്ചുകൊണ്ട് നടന്നു വരും. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ പറയും, ഞാൻ അല്ലാഹു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ അല്ലാഹു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കില്ലേ? മുഅ്മിനീങ്ങൾ പറയും, അൻത മസീഹുദ് ദജ്ജാൽ, നീ കള്ളനായ ദജ്ജാലാണ്. ഞങ്ങളുടെ അല്ലാഹു തആല അല്ലാഹു ഉലുവൻ കബീറ, ഞങ്ങളുടെ പടച്ചവൻ ഇതല്ലല്ലോ. മുഅ്മിനീങ്ങൾ പറയും, വഫീ ഇഹ്ദാ യദൈഹി ജന്ന വഇഹ്ദാ യദൈഹി നാർ, അവന്റെ ഒരു കൈയിൽ സ്വർഗം പോലെയുള്ളതും മറുകൈയിൽ നരകം പോലെയുള്ളതുമുണ്ട്. അവനിൽ വിശ്വസിക്കാത്തവരെ നരകത്തിലേക്ക് അവൻ എറിയും, അവന്റെ കയ്യിലെ നരകം. പക്ഷേ സത്യവിശ്വാസികൾക്ക് ഒരൽപ്പം പോലും അത് പോറലേൽക്കില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പായി മാറിയ പോലെ അവന്റെ തീ അവർക്ക് തണുപ്പായിരിക്കും. കടുത്ത പരീക്ഷണാണ്. അത് മാത്രമോ, അവനിൽ വിശ്വസിച്ച ആളുകൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും, സമ്പത്ത് എമ്പാടും വർദ്ധിക്കും, അവിടെ കച്ചവടത്തിൽ വലിയ വർധനവ്. അവനിൽ വിശ്വസിക്കാത്ത ആളുകൾക്കാണെങ്കിലോ കൊടിയ ദാരിദ്ര്യവും വരും. ഇത് അല്ലാഹു ചെയ്യുന്ന പരീക്ഷണമാണ്. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പക്ഷം ചേർന്ന് നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന മുഅ്മിനീങ്ങളെ കടഞ്ഞെടുക്കലാണ് അല്ലാഹുവിന്റെ ഡ്യൂട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ വിശ്വസിക്കുകയും
അത് ഖൽബിൽ തറക്കുകയും ചെയ്ത് മസ്ജിദുൽ അഖ്സായുടെ മോചനത്തിന് വേണ്ടി ചോര കൊടുക്കാൻ തയ്യാറുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ മാത്രം ബാക്കി നിന്നാൽ മതി. ഈമാൻ കുറവുള്ള ആളുകളൊക്കെ പൊയ്ക്കോട്ടെ, അവർ മസീഹുദ് ദജ്ജാലിന്റെ കൂടെ. ഈമാൻ ഉറപ്പുള്ളവർ മാത്രം നിന്നാൽ മതി. നബി തങ്ങൾ പറഞ്ഞു, മസീഹുദ് ദജ്ജാലിനെ കണ്ടാൽ നിങ്ങളാരും കൊതിയോടുകൂടെ ഞാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് റോട്ടിലേക്ക് ജാഥ കാണാൻ ഇറങ്ങുന്ന പോലെ മസീഹുദ് ദജ്ജാലിനെ കാണാൻ നിൽക്കരുതേ. അവരവരുടെ വീടുകളിലേക്ക് പോയി വാതിലടച്ച് ഇരുന്നു കൊള്ളണം. അവനെ കാണേണ്ട അവസ്ഥ വന്നാൽ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10ഓളം ആയത്തുകൾ അവർ ഓതിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് പഠിച്ചോളി, മനപ്പാടാക്കിക്കോളി. എപ്പോഴാ വരിക എന്നറിയില്ല. കാഞ്ഞങ്ങാട്ട് ടൗണിൽ എത്തുമ്പോഴേക്കാരൻ ദജ്ജാൽ ലാൻഡ് ചെയ്തിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. അവൻ നടക്കുന്നത് അങ്ങനെയാണ്. ബസ്സും കാറൊന്നും ആവശ്യമില്ല. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ആയത്ത് 10 ആയത്തുകൾ. വേറെ റിവായത്തിൽ വന്നു അവാഖിറ സൂറത്തുൽ കഹ്ഫി, സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്തുകൾ 10ഓളം ആയത്തുകൾ. ഇത് നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ ലാ യദുറുഹു, ഈ ദുഷ്ടനായ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന, അതുപോലത്തൊരു ഫിത്ന മുസ്ലിം ലോകം കാണുകയില്ലെന്നും, ഏറ്റവും വലിയ ഫിത്നയാണ്, ഏറ്റവും വലിയ ഫിത്നയാണ് അതുപോലത്തൊരു ഈമാൻ നഷ്ടപ്പെടുന്ന പരീക്ഷണം ലോക മുസ്ലിമീങ്ങൾ ഖിയാമത്തിന് മുമ്പ് കാണുകയില്ലെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യം പഠിച്ചോളൂ. സൂറത്തുൽ കഹ്ഫ് മസീഹുദ് ദജ്ജാലിന് കാവൽ കിട്ടുന്ന സൂറയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന വിവരം നമ്മൾ ഈ പറയുന്നത്. ആളുകൾ ഇതിനെ പല നിലയ്ക്ക് വ്യാഖ്യാനിക്കും. ഇമ്രാൻ ഹുസൈൻ, അദ്ദേഹമൊക്കെ മസീഹുദ് ദജ്ജാലിന്റെ വിഷയത്തിൽ തെറ്റിദ്ധാരണ പിടിപെട്ട ഒരു പണ്ഡിത, ഇംഗ്ലീഷിലൊക്കെ വേണ്ട പറഞ്ഞ ഒരാളുണ്ട്, ഇമ്രാൻ ഹുസൈൻ. ചെറുപ്പക്കാർക്ക് പറയുന്നതായിരിക്കും. അദ്ദേഹമൊക്കെ ഹദീസിൽ നിന്ന് മാറിയിട്ട് ദജ്ജാൽ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭരണമാണെന്നും അമേരിക്കൻ ഭരണമാണെന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. ഹദീസ് പച്ചയായ വന്ന വിഷയമല്ലേ. അത് ആളുടെ പേരാണ്, ഒരു മനുഷ്യന്റെ പേരാണ്. അവൻ ജീവിച്ചിരിപ്പുള്ള ആളാണ്. അവന്റെ മുഖം ഇങ്ങനെയാണ്, അവന്റെ കണ്ണിങ്ങനെയാണ്, അവന്റെ ചേലും കോലവും ഇന്നത്, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഷാബുൻ ഖത്തത്തുൻ, അവൻ മുടി ജട പിടിച്ച ആളാണ്. അവറു ഐനിൽ യുംന, അവൻ വലത് കണ്ണ് മൂടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കണ്ണ് ബാക്കിയുള്ളത് ഐനുഹു കൈനബിൻ ത്വാഫിയ, ഒരു മുന്തിരി തള്ളി നിൽക്കുന്ന പോലെ തള്ളി നിൽക്കുന്ന കണ്ണുള്ള ആളാണ്. മക്തൂബുൻ ബൈന ഐനൈഹി, അവന്റെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ക ഫ റ, 3 അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ക ഫ റ, കഫറ, അവിശ്വാസിയായിട്ടുണ്ട് എന്ന, അവിശ്വാസിയാണെന്ന അടയാളമുള്ള അത് അർത്ഥം കൊടുക്കുന്ന കഫറ എന്ന 3 അക്ഷരങ്ങളുണ്ട് അവിടെ. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്, ഈമാനുള്ള ഏതൊരു മുഅ്മിനും എഴുത്തും വായനയും അറിയട്ടെ അറിയാതിരിക്കട്ടെ അവർക്കൊക്കെ ഇത് വായിച്ചെടുക്കാൻ കഴിയും. ഈമാൻ ഉണ്ടായാൽ മതി. ഖൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവർക്കത് വായിച്ചെടുക്കാൻ പറ്റും. മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഇവൻ ഈ വലസുന്ന കാലത്ത് ഇറങ്ങാൻ പോകുന്നു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസിന്റെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിന്റെ ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെളുത്ത 2 മുനാരത്തിലൂടെ സുബ്ഹി നിസ്കാര നേരത്ത് ഇറങ്ങി വരാൻ പോകുന്നു മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ആ പള്ളി പോലും ഇന്ന് നിലവിലുണ്ടെന്നാണ്. അൽ മസ്ജിദുൽ അമവിയ്യ, അൽ മസ്ജിദുൽ അമവിയ്യ. ജോർഡാനിലൊക്കെ ടൂർ പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടത്. ഇന്ന് നിലവിലുള്ള പള്ളിയാണ്. ആ പള്ളി 10-600ഓളം കൊല്ലമായി അത് പരിപാലിക്കപ്പെട്ടു പോരാണ്, അതവിടെ നിലനിർത്തുകയാണ്. ആ പള്ളിയിലൂടെയാണ് ഇറങ്ങി വരിക ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിന്റെ സ്ഥലം പോലും ഇന്ന് റെഡിയാണ്. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പള്ളിയുടെ വെളുത്ത മുനാരത്തിലൂടെ 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരും സുബ്ഹി നിസ്കാര നേരത്ത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അവരുടെ മുടിയിൽ നിന്നും കുളിച്ച വെള്ളത്തിന്റെ അടയാളം പോലോത്തത് യഖ്തുറു മിസ്ലുൽ ജുമാനി,
മുത്തുപോലെയുള്ള തുള്ളികൾ അവരുടെ മുടിയിൽ നിന്ന് ഉറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് മഹാനായ മറിയം ബീവിയുടെ പുത്രൻ ഈസ നബി അലൈഹിസ്സലാം ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള പള്ളിയുടെ മുനാരത്തിലൂടെ സുബ്ഹി നിസ്കാര നേരത്ത് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുമ്പോ പള്ളിയുടെ ഉള്ളിൽ സുബ്ഹി നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ കാത്തിരിക്കുന്നുണ്ട് മഹാനായ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഇമാമുന മഹ്ദി ഇമാം അവിടെ ഉണ്ടായിരിക്കും. മഹ്ദി ഇമാം അവിടെ ഇരിക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ നേരത്ത് ഈസ നബി വരുമ്പോൾ ഫയഅരിഫുൽ മഹ്ദിയു, മഹ്ദി ഇമാം അവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഹ്ദിയു മിൻ അത്റതി മിൻ ഔലാദി ഫാത്തിമ യുവാതി ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ ഖൽഖുഹു ഖൽഖി. എന്റെ ശരീരം പോലെ ശരീരമുള്ള ആളാണ് നബി തങ്ങൾ പറയുമായിരുന്നു. മഹ്ദി എന്ന് പറയുന്ന ആൾ എന്നെ പോലെയുള്ള ആൾ. എന്റെ പേരുണ്ടവർക്ക്. എന്റെ വാപ്പയുടെ പേരാണ് അവരുടെ ഉപ്പയുടെ പേര്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാടിലൂടെ വരുന്ന ഫാത്തിമ ബീവിയുടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ കടന്നു വരുന്ന ഒരു സയ്യിദാണ്, ഒരു തങ്ങളാണ് ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു. വരുന്നത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, പക്ഷേ ഏഷ്യയിൽ നിന്ന്. ബുഖാരി ഇമാമിന്റെ നാടിനടുത്ത് കിടക്കുന്ന ഖുറാസാൻ, ഇന്നത്തെ ഇറാനിന്റെയും ഉസ്ബെക്കിസ്ഥാനിന്റെയും അഫ്ഗാനിന്റെയും ബോർഡറുകളായി കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ഇദാ റഅയ്തുമുർ റായാത്തിസ്സൂദ് മിൻ ഖിബലിൽ ഖുറാസാൻ ഫദ്നൂഹാ ഫഇന്ന മിൻഹുമുൽ ഇമാമുൽ മഹ്ദി. ഖുറാസാനിന്റെ ഭാഗത്ത് നിന്ന് കറുത്ത കൊടി പിടിച്ചൊരു സംഘം വരുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ പോയി സ്വീകരിക്കണേ. അവരിലുണ്ടാകും എന്റെ പൗത്രനായ മഹ്ദി, അവരുടെ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് അവിടുത്തെ കുറെ സംഘടനകൾ, അഫ്ഗാനിലൊക്കെ പല സംഘടനകളും ഈ കറുത്ത കൊടി ഉണ്ടാക്കാൻ കാരണം. താലിബാൻ അടക്കം ഈ കറുത്ത കൊടി പിടിക്കുന്നത് മഹ്ദിയുടെ പക്ഷക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ്. അങ്ങനെ 30ഓളം കള്ളസംഘങ്ങൾ വരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ദി ഇമാം ഹജ്ജിന് വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ലോകത്തുള്ള ആലിമീങ്ങൾ തിരിച്ചറിയുന്നത് ഇത് മഹ്ദിയാണെന്ന്. ഉമ്മ വെക്കുന്ന പേരല്ല അത്. ഉമ്മ വെച്ച പേര് മുഹമ്മദ് എന്നാണ്, വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഇത് മഹ്ദിയാണ്, ബൈഅത്ത് ചെയ്തോളൂ എന്ന് മാലാഖമാർ നിരന്തരം വിളിച്ചു പറയുന്നത് അവിടെ കൂടിയ 7ഓളം പ്രമുഖരായ ആലിമീങ്ങൾ കേൾക്കുമെന്നും അവരാണ് മഹ്ദി ഇമാമിനെ ബൈഅത്ത് ചെയ്യുന്നത്, അവരാണ് പ്രഖ്യാപിക്കുന്നത് ഇത് മഹ്ദിയാണ്. ആ മഹാനായ അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാടിലൂടെ വരുന്ന പുത്രൻ വരാൻ പോകുന്നത് യംലഉൽ അർള ഖിസ്തൻ വഅദിലാ കമാ മുലിഅതു ദുൽമൻ വജൗറാ. ലോകത്തെ അക്രമവും അരാജകത്വവും കൊലപാതകവും മർഡറും കില്ലിങ്ങും ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നീതി സ്ഥാപിക്കാൻ വരുന്ന ആളാണ് മഹാനായ മഹ്ദി എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. 7 വർഷം അവർ ഇസ്ലാമിക ലോകത്ത് നേതൃത്വം കൊടുക്കും. ഒരു ഖലീഫയായി, അള്ളാന്റെ റസൂലിന്റെ ഖലീഫമാരുണ്ടായ പോലെ ഒരു ഖലീഫയായി, ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു അമീറായി ഇമാമുന മഹ്ദി 7 വർഷം നയിക്കുകയും ആ സമയത്താണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ മഹായുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത്. യൂറോപ്പുമായി അമേരിക്കയുമായി മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം നടക്കാൻ പോകുന്നു. തഖ്തതിലു ഫിഅതാനി അദീമതാനി ദഅവാഹുമാ വാഹിദ. അൽ മൽഹമത്തുൽ കുബ്ര എന്ന മഹാനായ അബൂ നഈം അടക്കമുള്ള ആളുകൾ കിതാബുൽ മലാഹിം, മൽഹമത്ത് അന്ത്യനാളിനോട് മുമ്പ് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസാദുശ്ശാമി ഫസാദുദ്ദുന്യാ. സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത് ഫസാദുശ്ശാം, ഷാമിന്റെ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തിന്റെ അസമാധാനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഷാറുൽ അസദിന്റെയോ അവന്റെ കൂട്ടാളികളുടെയോ
ഭരണം മൂലമോ അല്ലാതെയോ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ആക്കം കൂട്ടുന്ന സംഗതികളാണ്. ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നം അതാണ്. ലിബിയയിലും ഇറാഖിലും ഈജിപ്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പൊളിറ്റിക്കൽ അൺറസ്റ്റ്, ഈ കാലഘട്ടങ്ങളിലാണ് ഇമാമുന മഹദിയെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല കമാ മുലിഅത് ദുൽമൻ വജൗറാ. മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമവും മുസ്ലിമീങ്ങൾക്കെതിരെ കൊടും ക്രൂരതയും അനീതിയും നടക്കുന്ന കാലത്താണ് മഹദി ഇമാം പുറപ്പെടുകയെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. ഹബീബായ നബിയുടെ വാക്കുകൾ ഓരോന്നോരോന്നായി പുലർന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ പുലർന്ന് നമ്മൾ കണ്ടില്ലേ? ഇനി പുലരാനുള്ള, കാണാൻ പോകുന്ന കഥകൾ, കാണാൻ പോകുന്ന സംഭവങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹുദ് ദജ്ജാൽ അവിടെയുണ്ട്, അവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറിയയിലെ പള്ളികളിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാകുമെന്നാണ്. പള്ളികളൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും, പൊതുജനങ്ങൾ കടക്കാൻ പറ്റാത്ത രീതിയിൽ. മഹദി ഇമാമും ഏതാനും മുഅ്മിനീങ്ങളും സുബ്ഹി നിസ്കാരത്തിന് കാത്തു നിൽക്കുമ്പോൾ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം നബി ഇറങ്ങി വരാണ്. മഹദി ഇമാം പറയും, ഈസ നബിയെ നിങ്ങൾ ഇമാമ് നിൽക്കുക, തഖദ്ദം, നിങ്ങൾ ഇമാമ് നിൽക്കുന്നു പറയും. ഇമാമുക്കും മിൻകും, നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ഒരാളാവട്ടെ, ഞാൻ നിൽക്കില്ല, നിങ്ങളിൽ ഒരാൾ. ഫയതഖദ്ദമുൽ മഹ്ദിയു, അന്നേരം മഹദി ഇമാം മിഹ്റാബിലേക്ക് നിൽക്കുകയും ഈസാ നബി മഅ്മൂമായി ആദ്യത്തെ ഭൂമിയിലെ സുബ്ഹി ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന്റെ കൂടെ നിസ്കരിക്കുമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ തേടി പുറപ്പെടുന്നത്. ഫയറാഹുൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ ഈസാ നബിയെ കാണും. ഫയദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഈസാ നബിയെ കാണുമ്പോഴേക്കും ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന പോലെ മസീഹുദ് ദജ്ജാൽ വിറച്ചലിഞ്ഞുകൊണ്ടിരിക്കും. ഫയത്ബഉഹു, ഈസാ നബി അവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയും ഫയഖ്തുലുഹു ബിബാബി ലുദ്ദിൻ, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച്, ഇന്നത്തെ ഇസ്രായേലിലെ ലുദ് എന്ന പട്ടണത്തിന്റെ ഗേറ്റിൽ വെച്ച്, ബോർഡറിൽ വെച്ച് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം പിടികൂടുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്നിട്ട് ഈസാ നബി ജീവിക്കും ഇവിടെ ഒരു 40 വർഷം കൂടെ. മരിക്കുന്നത് 73-ാമത്തെ വയസ്സിലായിരിക്കും. ആ കാലഘട്ടത്തിനിടയിൽ ഈസാ നബി അലൈഹിസ്സലാം കുരിശുകളെ തകർക്കുകയും വയഖ്തുലുൽ ഖിൻസീറ, പന്നികളെ വധിക്കുകയും. ഈസാ നബിയെ ദൈവമാണെന്ന് പറഞ്ഞവരോട് ഞാൻ ദൈവമോ ദൈവപുത്രനോ അല്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതൻ മാത്രമായിരുന്നുവെന്നും അവരെ തിരിച്ചു അറിയിക്കുകയും അവരെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. വഇമ്മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി, ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് സർവ്വ കിതാബിന്റെ ആളുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അല്ലാഹുവിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ. എന്താ ഇന്നും ക്രിസ്ത്യാനികൾ ഈസാ നബി വരുന്നവരെ, ഈസാ നബി വന്നാൽ അവർ വഫാത്താകുന്നതിന്റെ മുമ്പ് ഖബ്ല മൗതിഹി, ഈസാ നബി മൗത്തായിട്ടില്ല. ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് എല്ലാ വേദം നൽകപ്പെട്ടവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ളവർ അല്ലാഹുവിന്റെ സത്യമായ ദീൻ ഇസ്ലാം ശരിയാണെന്നവർക്ക് ബോധിക്കുക തന്നെ ചെയ്യും. അതിന് വരുന്ന മഹാനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കല്യാണം കഴിക്കും, മക്കള് ജനിക്കും. പരിശുദ്ധമായ റൗദ ഷരീഫിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദയുടെ അരികത്ത് തന്നെ അവർക്ക് ഖബർ കുഴിക്കപ്പെടുമെന്നും പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. യാ അല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഈസാ നബി വന്ന ആദ്യത്തെ 2 ദിവസമൊക്കെ പത്രങ്ങൾ അങ്ങനെ എഴുതും, ന്യൂസിലൊക്കെ അങ്ങനെ കാണും. പിന്നെ നമുക്കൊരു സാധാരണ സംഭവം അങ്ങനെ ഉണ്ടാവുക. മസീഹുദ് ദജ്ജാൽ വന്നോ, പടച്ചോനെ വന്നോ, വന്നു എന്നതായിക്കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസം സർവ്വസ്ഥമാരും വേള തന്നെയാക്കാറ് എല്ലാ മെമ്പറിലും മസീഹുദ് ദജ്ജാൽ. പിന്നെ നമ്മള് അപ്പൊ അയാൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അശ്രദ്ധയിലായി പോകുന്ന. സുബ്ഹാനല്ലാഹ്, ആ ഗൗരവം നഷ്ടപ്പെടുന്നു. അല്ലാഹു കാക്കട്ടെ, നമ്മുടെ ഈമാൻ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ.
അതുകൊണ്ടാണ് അത്തഹിയാത്തിന്റെ അവസാനത്തിൽ പോലും വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അല്ലാഹുവേ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തരയണമേ. ദുആ ഇറക്കാൻ പറഞ്ഞു. അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ. ഈസാ നബി അലൈഹിസ്സലാം വലിയ ത്യാഗം ചെയ്യാൻ പോകുന്ന നബിയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോഴേക്കും യഅജൂജ് മഅജൂജുകളെ അല്ലാഹു അയച്ചിട്ടുണ്ടാകും. യഅജൂജ് മഅജൂജുകൾ സൂറത്തുൽ കഹ്ഫിൽ തന്നെ അവസാന ഭാഗത്ത് യഅജൂജ് മഅജൂജിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ആ ആയത്താണ് ഞാൻ ആദ്യത്തിൽ ഓതി വെച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. വിശദമായി മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ യഥാർത്ഥ പേര് സൈറസ് രണ്ടാമൻ എന്നാണ്. സൈറസ് രണ്ടാമൻ, സൈറസ് അഥാനി അദ്ദേഹത്തിന്റെ പേരതാണ്. ദുൽഖർനൈൻ സ്ഥാനപ്പേരാണ്. രണ്ട് കൊമ്പിന്റെ ആള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയത് കൊണ്ട് രണ്ടറ്റങ്ങളെ കീഴടക്കിയ ആൾ എന്നർത്ഥത്തിലാണ് ദുൽഖർനൈൻ, രണ്ട് കൊമ്പിന്റെ ആൾ. അറബിയിലെ പ്രയോഗം അങ്ങനെയാണ്, ചില കവിതകളിൽ കാണാൻ പറ്റും അങ്ങനെ. ദുൽഖർനൈനി, രണ്ട് കൊമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങൾ കൈയടക്കി വെച്ച ആളുകൾക്കൊക്കെ അങ്ങനെ പറയും. ദുൽഖർനൈൻ, രണ്ട് കൊമ്പ് കിഴക്കും പടിഞ്ഞാറും കയ്യിലാണ്. ലോകം ഭരിച്ച 4 പേരുണ്ട്. 2 പേർ മുസ്ലിമീങ്ങളാണ്, 2 പേർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ 2 പേർ, ഒന്ന് ദുൽഖർനൈൻ സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. അമുസ്ലിമീങ്ങൾ ഒന്ന് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മറ്റൊന്ന് നെബുക്കദ്നേസർ ബുഖ്തനസർ. ഈ 2 അമുസ്ലിമീങ്ങൾ ലോകം ഭരിച്ചവരാണ്. 2 മുസ്ലിമീങ്ങൾ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രം അല്ലാഹു സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി, 2 കെട്ടുകളുടെ ഇടയിലെത്തിയപ്പോൾ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, അവിടെ ചില ആളുകളെ കണ്ടു. മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി സൈറസ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു. നമ്മുടെ ഫറോവന്റെ പേരെന്തായിരുന്നു എന്നാ പറഞ്ഞത്? ഫിർഔന്റെ പേരെന്തായിരുന്നു? റംസീസ് രണ്ടാമൻ. ദുൽഖർനൈനിന്റെ പേര് സൈറസ്, സൈറസ് അഥാനി, സൈറസ് രണ്ടാമൻ. അവിടെ എത്തിയപ്പോ ആ ജനങ്ങൾക്ക് ഒരു ഭാഷയും അവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവുന്നില്ല. ലാ യഫ്ഖഹൂന ഖൗല, ദുൽഖർനൈനി പറയുന്നത് ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ദ്വിഭാഷയുടെ ആവശ്യം വന്നു. ഖാലൂ, അങ്ങനെ അവർ പറയുകയാണ് ദുൽഖർനൈനിയോട്, യാ ദൽ ഖർനൈനി, അല്ലയോ ദുൽഖർനൈൻ, ഇന്ന യഅജൂജ വമഅജൂജ്, തീർച്ചയായും യഅജൂജുകളും മഅജൂജുകളും മുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്, ഫസാദ് ഉണ്ടാക്കുന്നുണ്ട്. യഅജൂജുകളും മഅജൂജുകളും ഫഹൽ നജഅലു ലക ഖർജ, ഞങ്ങൾ നിങ്ങൾക്ക് ചുങ്കം പിരിച്ചു തരാം. ഖർജൻ, നിങ്ങൾക്ക്
ടോൾ പിരിച്ചു തരാം. എന്തിന്? അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ, അവർക്ക് ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ ഈ രണ്ട് മലകളുടെ താഴ്വരയിലൂടെ അവർ വരുന്നുണ്ട്. ഈ രണ്ട് മലയുടെ ഉൾഭാഗം നിങ്ങൾ അടച്ചു തന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ കാശു തരാം. ആര് പറഞ്ഞു? ആ പ്രദേശത്തുകാർ. എന്താ ദുൽഖർനൈയുടെ മറുപടി? ഖാല, ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ, നിങ്ങൾ എനിക്ക് പൈസ ഒന്നും തരണ്ട, നിങ്ങൾ ആരോഗ്യം കൊണ്ട് എന്നെ സഹായിക്കണം. അജ്അൽ ബൈനകും വബൈനഹും റജ്മാ, അവർക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ ഞാനൊരു മതിലുണ്ടാക്കി തരാം. حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا. ഇരുമ്പിന്റെ ബ്രിക്സുകളായിരുന്നു. ഇരുമ്പിന്റെ ബ്രിക്സുകൾ, ഇരുമ്പിന്റെ കല്ലുകൾ, ഇഷ്ടിക ഇരുമ്പിന്റേത്. അത് പഴുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഹത്താ ഇദാ ജഅലഹു നാറൻ, അത് പഴുത്ത് ചൂടായപ്പോൾ ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റ, ഞാൻ അതിന്റെ മേൽ മെൽറ്റായ കോപ്പർ അതിലേക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രിക്സുകളെ ബലിഷ്ഠമായി പടച്ചു മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു. നബിയാണെന്ന് അഭിപ്രായമുണ്ട്, നബി അല്ല എന്ന അഭിപ്രായമുണ്ട്. ദുൽഖർനൈനെ സംബന്ധിച്ച് വലിയ മഹാനായ മനുഷ്യനായിരുന്നു. എവിടെയാണ് ഈ മല ഉള്ളത്? അതാണ് നമുക്ക് ആദ്യം മനസ്സിൽ വരല്ലേ. എവിടെയായിരിക്കും ഈ മല? ആ മലയുടെ അപ്പുറത്ത് യജൂജ് മഅജൂജുകളെ തളച്ചിട്ടു. അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു അവരെ ബ്ലോക്ക് ചെയ്തു. ഈ മതിലുണ്ടാക്കിയത് ആരാണ്? മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി റളിയല്ലാഹു അൻഹു. ഈ മലയല്ല ചൈന മല, ചൈനയിലെ മതിൽ, ചൈനയുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതല്ല ഈ ദുൽഖർനൈൻ തങ്ങൾ ഉണ്ടാക്കിയ മതിൽ, അതല്ല കേട്ടോ, അതല്ല. ഇതെവിടെയാണുള്ളത്? ഈ മതിൽ എവിടെയാണ്? അതിനെ സംബന്ധിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 10ഓളം സ്വഹാബികളെ തുർക്കിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ മതിൽ കാണിച്ചു കൊടുക്കാൻ. പഴയ തുർക്കി, ഇന്നത്തെ അർമീനിയയുടെ ഭാഗമായിരിക്കുന്ന ഭാഗം, അർമീനിയയുടെ പരിസരത്ത് വിലാദി ഖുഖാസിനും തിഫ്ലിസിനും ഇടയിലുള്ള ദാരിയാൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നിറയെ മലകളുള്ള പ്രദേശമാണ്. ആ ദാരിയാൽ ചുരത്തിലാണ് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി ഉണ്ടാക്കിയ മതിലുള്ളത് എന്ന് മഹാനായ തർജുമാൽ ഖുർആന്റെ മുഫസ്സിർ അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അർമീനിയയുടെ ഭാഗം, പഴയ തുർക്കി, ഇന്നത്തെ തുർക്കിയല്ല. അവിടെ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്ക് കയറിയാൽ വിലാദി ഖുഖാസിക്കും തിഫ്ലിസിനും ഇടയിൽ ദാരിയാൽ ചുരമുണ്ട്. ആ ചുരത്തിലെ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം ഇരുമ്പിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ മതിൽ ഇന്നവിടെയുണ്ട്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്ന് വരെ ആളയച്ചിട്ടുണ്ട് അത് കാണാൻ, അത് പഠിച്ചു വരാൻ വേണ്ടി. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. യജൂജ് മഅജൂജുകൾ അന്നവിടെ പ്രത്യക്ഷപ്പെട്ടു. ആരാണ് യജൂജ് മഅജൂജുകൾ? ഇവർ ഒറിജിൻ മംഗോളിയക്കാരാണെന്നാണ്. മംഗോളിയൻസ് BC 9th സെഞ്ചുറിയിൽ കാസ്പിയൻ കടലിന്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ചരിത്രമുണ്ട്. ഇവർ അക്രമകാരികളായിരുന്നു, വെറും അക്രമം. തർത്താരികൾ ഇവരുടെ ബാക്കിയാണ്. ചെങ്കീസ് ഖാൻ യജൂജ് മഅജൂജിന്റെ പരമ്പരയിൽ വന്ന ആളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമായപ്പോഴേക്കും സംസ്കാരമുള്ള ആളുകളായി മാറി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വിന്യസിക്കപ്പെട്ടു പോയി ഈ കുടുംബം. രണ്ട് തറവാടുകളാണ് യജൂജ് മഅജൂജ്, ഗോഗ് ആൻഡ് മാഗോഗ്. ഗോഗ് ആൻഡ് മാഗോഗ്, യജൂജ് മഅജൂജ്, അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുക. പഴയ മംഗോളിയയുടെ രണ്ട് നഗരങ്ങളുടെ പേരാണ് ഗോഗും മാഗോഗും. ഗോഗ് മാഗോഗ്, യജൂജ് മഅജൂജ്. ഇന്നെവിടെയാണെന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇതുപോലെ മസീഹു ദജ്ജാൽ ഒളിപ്പിച്ചു വെച്ചില്ലേ, അതുപോലെ ഹെലികോപ്റ്റർ മേലെ പോയിട്ടൊന്നും കാണാൻ പറ്റില്ല അവരെ. അള്ളാഹു ഒളിപ്പിച്ചു വെച്ചൊരു സമൂഹമാണ്. അന്ത്യനാളിനോടടുക്കുമ്പോൾ മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, ലോകത്ത് എവിടെയെല്ലാം ഉയരമുള്ള മലകളുണ്ടോ അവിടെ നിന്നെല്ലാം കൂട്ടമായി ഇവർ വരും. ഇവരുടെ കയ്യിൽ തോക്കുകളുണ്ട്, അമ്പുകളുണ്ട്, കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും. മനുഷ്യരെ കൊല്ലലല്ലാതെ മറ്റൊരു ഹോബിയും ഇവർക്കില്ല. അങ്ങനത്തെ രണ്ട് കൂട്ടരാണ് യജൂജുകളും മഅജൂജുകളും. മഹാനായ മഹാപ്രവാചകൻ ഈസ നബിയെയും അവരോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും ബൈത്തുൽ മുഖദ്ദസിന്റെ അരികത്ത് സീനാ മലയിൽ കൊണ്ടുപോയി ഉപരോധം ഏർപ്പെടുത്തും. മുസ്ലിമീങ്ങൾക്ക് താഴെയിറങ്ങി വരാൻ പറ്റില്ല.
ഭക്ഷണം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം സീസ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേരം ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ, അല്ലാഹ് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം, യജൂജ് മഅജൂജിനെ നശിപ്പിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ ദുആ ചെയ്യുമ്പോൾ ഫയുർസിലു അലൈഹിമുൻ നഗഫ, നഗഫ് എന്ന് പറയുന്ന ഒരു തരം പുഴുക്കൾ, അത് ഒട്ടകത്തിന്റെ തലയിൽ കാണുന്ന പുഴുക്കളാണ്. ആ പുഴുക്കളെ അല്ലാഹു അയച്ചു കൊടുക്കും. ആ പുഴുക്കൾ തലയിൽ വീഴുന്നതോടുകൂടെ യജൂജ് മഅജൂജുകളിൽ ഓരോരുത്തരും ചത്തൊടുങ്ങുകയാണ്, മരിച്ചു വീഴുകയാണ്. യജൂജ് മഅജൂജുകൾ നടന്നു പോകുന്ന സർവ്വ കിണറും സർവ്വ ജലാശയങ്ങളും ഉപ്പുവെള്ളം പോലും കുടിച്ചു തീർക്കുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ ആ ദ്വീപിൽ വെച്ച് മസീഹു ദജ്ജാൽ പറഞ്ഞത്, സുഗർ തടാകം വറ്റിപ്പോകും, തൊബരി തടാകം വറ്റിപ്പോകും, ഇവർ കുടിച്ചു തീർക്കുന്നതാണ്, കുടിച്ചു തീർക്കും. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങൾ, ഖിയാമത്തിന്റെ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്ന പ്രധാന പ്രദേശം ഇന്നത്തെ സിറിയയാണ്, ജോർഡാനാണ്, ഫലസ്തീനാണ്, ലെബനോനാണ്. ഈ പ്രദേശങ്ങളാണ് ഖിയാമത്തിന്റെ അവസാനത്തെ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ. ഇന്ന് ലോകത്തെ ഹോട്ട് ടോപ്പിക് അതാണ്. സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ലെബനോൻ, ഈ പ്രദേശങ്ങളാണ്. ഇവിടെയാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. യജൂജ് മഅജൂജിന്റെ ലക്ഷക്കണക്കിന് ആളുകളുടെ ശവശരീരം ഭൂമിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതൊന്ന് ഡിസ്പോസ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ദുർഗന്ധം വമിക്കാൻ തുടങ്ങുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ നിന്റെ ഭൂമിയെ ശുദ്ധിയാക്കി താ അല്ലാഹ്. ഫയൻസിലുല്ലാഹു അലൈഹിം മതറാ, അല്ലാഹു ഒരു മഴ വർഷിപ്പിക്കും. ആ മഴ പെയ്യുന്നതോടുകൂടെ ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ നീളമുള്ള വണ്ണമുള്ള കഴുത്തുള്ള പക്ഷികൾ വന്ന് ഈ ഡെഡ് ബോഡികൾ പൊക്കിയെടുക്കുമെന്നും ഓരോ യജൂജിന്റെയും മഅജൂജിന്റെയും ശവശരീരം പൊക്കിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഇസ്രായേലിൽ കിടക്കുന്ന നെഹ്ബൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് കുപ്പത്തൊട്ടിയായി സങ്കല്പിക്കാം. അവിടെയാണ് ഈ സർവമാന വേസ്റ്റുകളും കൊണ്ടുപോയി പക്ഷികൾ പൊക്കിയെറിയുക. എന്നിട്ടാണ് മഴ പെയ്യുന്നത്. കണ്ണാടിച്ചുല്ല് പോലെ സുവർണമായി സുന്ദരമായ വെളിച്ചമുള്ള തെളിമയുള്ള മണ്ണായി അല്ലാഹു ഭൂമിയെ മാറ്റുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് സുന്ദരമായ ചില വർഷങ്ങൾ സമ്മാനിക്കും. പകലിൽ മനോഹരമായ വെയില്, രാത്രി എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞാൽ മനോഹരമായ മഴ. സുബഹിയാകുമ്പോൾ മഴ തീർന്നു, നല്ല വെളിച്ചം, പകലിൽ നല്ല വെളിച്ചം. അന്നുണ്ടാകുന്ന ഒരു ഉറുമാമ്പഴം കൊണ്ട് ഒരു വീട്ടുകാർക്ക് മുഴുവൻ തിന്നാൻ മാത്രമുള്ള ഉറുമാമ്പഴം അന്ന് ബറക്കത്ത് കൊണ്ട് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുകൾക്ക് പാലുകൾ കൂടുതൽ, ഭക്ഷണത്തിൽ ബറക്കത്ത്, എല്ലാറ്റിലും ബറക്കത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫയുർസിലുല്ലാഹു അലൈഹിം നസീമാ, അല്ലാഹു ഒരു നസീമിനെ പറഞ്ഞയക്കും. നസീം എന്ന് പറഞ്ഞാൽ ബ്രീസ്, മന്ദമാരുതൻ, തണുത്ത കാറ്റ്. ആ കാറ്റ് സർവവിശ്വാസികളെയും സമീപിക്കും. ഏതെങ്കിലും ഗുഹയുടെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുന്ന വിശ്വാസിയാണെങ്കിൽ പോലും ആ മുസ്ലിമിനെ പോലും ഈ മന്ദമാരുതൻ വന്ന് സമീപിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റ് തട്ടുന്നതോടുകൂടെ സർവവിശ്വാസികളും മരിച്ചു പോകുമെന്ന്, എല്ലാ മുഅ്മിനീങ്ങൾക്കും അങ്ങനെ മരണം സംഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഭൂമിയിൽ മുസ്ലിം ബാക്കിയാകുന്നില്ല, പിന്നെ ഭൂമിയിൽ മുസ്ലിമില്ല. ഇനി അല്ലാഹു ലോകത്തിന്റെ അവസാനം നടത്താൻ പോവുകയാണ്. ലാ തഖൂമുസ്സാഅതു ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. ലോകത്ത് മോശപ്പെട്ടവർ മാത്രം ജീവിക്കുന്ന കാലത്താണ് ലോകാവസാനം നടക്കുകയെന്ന് മുത്ത് റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ സത്യവിശ്വാസികൾ മുഴുവനും മരിച്ചു പോകുന്നു. അല്ലാഹു കൊണ്ടുപോവുക, എല്ലാരും കൊണ്ടുപോയി. لا تقوم الساعة حتى لا يقال في الأرض الله 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 എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ ഒരാളെങ്കിലും ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ അതുവരെ ലോകത്ത് അല്ലാഹു നശിപ്പിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതൊരു രസകരമായൊരു സംഭവമുണ്ട് ഇതില്. കാരണം മുസ്ലിം ബാക്കിയുണ്ടെങ്കിലാണ് ലോകത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും ഇബാദത്തിന് ഖിബലയുണ്ടാവുകയുള്ളൂ. നമ്മുടെ പള്ളിയിൽ കാണത്തിന് പറഞ്ഞില്ലേ കുട്ടികളെ, നമ്മളെ താലിമീൻ കണ്ടല്ലോ അവിടെ. രസകരമായൊരു ഹദീസ് ഉണ്ട്, ഞാനത് അനുസ്മരിക്കുകയാണ്. ഹദീസ് عن أبي ذر رضي الله عنه عن النبي صلى الله عليه وسلم أنه قال അബൂ ദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ അന്ന് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, യാ അബാ ദർ, അല്ലയോ അബൂ ദർ, അതദ്രി ഐന തദ്ഹബു ഹാദിഹി, ഈ സൂര്യൻ ഇപ്പൊ എങ്ങോട്ടാ പോണത് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഹദീസ് ഒരൽപ്പം ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ട ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. എങ്ങോട്ടാണ് ഈ സൂര്യൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? അപ്പൊ അവരെന്ത് പറഞ്ഞു? അല്ലാഹു വറസൂലുഹു അലം, എനിക്കറിയില്ല നബിയേ. ഖാല, നബി തങ്ങൾ പറഞ്ഞു, തദ്ഹബു തസ്ജുദു തഹ്തൽ അർശി, അർശിന്റെ താഴെ പോയി സുജൂദ് ചെയ്യാൻ പോവുകയാണ് സൂര്യൻ. ഫതസ്ജുദു ഫയുഖ്ബലു മിൻഹാ, അത് സുജൂദ് ചെയ്യും, ആ സുജൂദ് അല്ലാഹു സ്വീകരിക്കും. പിന്നെയും സുജൂദ് ചെയ്യും. അങ്ങനെ ഒരു നാൾ വരും, അന്ന് സൂര്യൻ സുജൂദ് ചെയ്യുമ്പോൾ ഫലാ യുഖ്ബലു മിൻഹാ, ആ സുജൂദ് സൂര്യനിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വയുഖാലു ലഹാ, സൂര്യനോട് പറയപ്പെടും, ഇദ്ഹബി മിൻ ഹൈതു ജിഇതി ഇർജിഇ മിൻ ഹൈതു ജിഇതി, നിങ്ങൾ എവിടെന്നാണോ, നീ എവിടെന്നാണോ വന്നത് ആ വഴിക്ക് തന്നെ തിരിച്ചുപോ എന്ന് അല്ലാഹു പറയും. ഫതതുലു മിൻ മഗ്രിബിഹാ, അത് പടിഞ്ഞാറ് നിന്ന് അന്നേരമാണ് ഉദിക്കുകയെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളൊക്കെ മരിച്ചു, ഇവിടെ ഒരുപാട് മോശപ്പെട്ട ആളുകൾ ബാക്കി നിൽക്കുന്ന നേരം. ആ നേരത്താണ് സൂര്യന്റെ സുജൂദ് അല്ലാഹു സ്വീകരിക്കാതെ വരുന്നത്. സുജൂദ് സ്വീകരിക്കണമെങ്കിൽ നമുക്കൊരു ഷർത്തുണ്ട്. നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണം, ഖിബിലയിലേക്ക് മുന്നിടണം, അപ്പോഴല്ലേ നിസ്കാരം ശരിയാവുള്ളൂ. ഖിബില ശരിയാവണ്ടേ? ഖിബില ശരിയായാലേ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂ. അങ്ങനെ നമ്മുടെ ഖിബിലയാണ് പരിശുദ്ധമായ കഅബാലയം. മക്കയിൽ കിടക്കുന്ന കഅബ നമ്മുടെ നിസ്കാരത്തിന്റെ ഖിബിലയാണ്. അങ്ങോട്ടാണ് നമ്മൾ മുന്നിടുന്നത്. നിസ്കാരം അല്ലാഹുവിന്, നമ്മുടെ ഖിബില കഅബയിലേക്ക്. എന്നാൽ സൂര്യന് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ, വൃക്ഷങ്ങൾക്ക് സുജൂദുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ചെറിയ ചെറിയ സസ്യങ്ങളും വലിയ വലിയ സസ്യങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. ഒരർത്ഥം നജ്മിന്, ചെറിയ സസ്യങ്ങൾക്ക് നജ്ം എന്ന് പറയും. വന്നജ്മു, താരകങ്ങളും നക്ഷത്രങ്ങളും, വശ്ശജറു, സസ്യവും സുജൂദ് ചെയ്യുന്നുണ്ട്. യസ്ജുദു ലില്ലാഹി, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി, അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എത്ര പ്രയോഗങ്ങളാണ് ഖുർആനിൽ. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനൻ നാസ്, കുറേ മനുഷ്യന്മാരും അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമിയിലുള്ളവർ അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. കുറേ മനുഷ്യരും, അല്ലാഹുക്ക് സുജൂദ് ചെയ്യാത്ത മനുഷ്യരുമുണ്ട്. കുറേ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുക്കല്ല സുജൂദ് ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെയോ ദൈവങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഈ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം പടക്കാൻ കഴിവുള്ള ഒരാളാവണ്ടേ? അതല്ലേ ഏകദൈവ വിശ്വാസല്ലേ യുക്തിക്ക് യോജിക്കുള്ളൂ. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കഴിവുള്ള ആൾ. അങ്ങനത്തെ 10 എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുക? ഒന്നല്ലേ യുക്തം, ഒരു പടച്ചവൻ, ഏക ബ്രഹ്മം. ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ പറ്റുള്ളൂ. 2 ദൈവം ഉണ്ടെങ്കിൽ ആര് പറഞ്ഞത് അവിടെ നടക്കുക? ഒരാൾ പറഞ്ഞ് നടന്നില്ലെങ്കിൽ മറ്റാൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടില്ലേ? ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇസ്ലാമിന്റെ ഏകദൈവ സിദ്ധാന്തം ഏറ്റവും വലിയ ലോജിക്കാണ്. ഇസ്ലാമിന്റെ തൗഹീദ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്ലാഹു ആളുകൾക്ക് തൗഫീഖ് കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ. എല്ലാം സുജൂദിലാണ്. സൂര്യൻ സുജൂദ് ചെയ്യുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും, അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്യാൻ പോവുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ലോകത്ത് സൂര്യന് ചലനമുണ്ട്,
ഭൂമിക്ക് ചലനമുണ്ട്, സൂര്യനും ചന്ദ്രനും ഓർബിറ്റുകളുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ഹദീസ് മനസ്സിലാക്കുമ്പോൾ ഈ പ്രാപഞ്ചിക പ്രതിഭാസം മനസ്സിലാവുന്ന നബി തന്നെയാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. അസ്തമിച്ചു പോകുന്ന സൂര്യൻ അവിടെ ഇരിക്കട്ടെ. അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും സൂര്യൻ അസ്തമയമുണ്ട്, ഓരോ സെക്കൻഡിലും സൂര്യന് ഉദയമുണ്ട്. നമുക്കിപ്പോ പാതിരാവാൻ പോവാണ്. അമേരിക്കക്കാർക്ക് ഇപ്പൊ ഉച്ചക്ക് എത്ര മണിയായിട്ടുണ്ടാവും? അമേരിക്കക്കാർക്ക് ഉച്ച കഴിഞ്ഞു തുടങ്ങി, ഉച്ചയോടടുത്ത് തുടങ്ങി. എല്ലാ സെക്കൻഡിലും സൂര്യൻ അസ്തമയമാണ്. എല്ലാ സെക്കൻഡിലും ഏതോ ഒരു നാട്ടുകാർക്ക് ഉദയം, ഒരു നാട്ടുകാർക്ക് അസ്തമയം. റബ്ബുൽ മശാരിഖി വൽ മഗാരിബി, ഒരുപാട് ഉദയത്തിന്റെയും ഒരുപാട് അസ്തമയത്തിന്റെയും ഉടമസ്ഥനല്ലേ അല്ലാഹു. അങ്ങനെ വന്നാൽ അസ്തമിക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഓരോ ചലനത്തിലും അത് സുജൂദിലാണ്. എങ്ങനത്തെ സുജൂദ്? കയ്യും കാലും മടക്കി വെച്ചുള്ള സുജൂദാണോ? അല്ല. സുജൂദുൻ യലീഖു ബിഹാ, അവയവയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലാഹുവിനെ വണങ്ങിയാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. തഹ്തൽ അർശി, അർശിന്റെ താഴെ എന്ന് പറയുമ്പോ ഭൂമിന്റെ താഴെ പോവണ്ട. ഭൂമിയല്ല, ഭൂമിയുടെ മീതെ സൂര്യൻ വന്ന് കറങ്ങി വീഴുന്നതല്ല അസ്തമയം. സൂര്യൻ അഭിമുഖമായി ഭൂമി കറങ്ങുകയാണെന്ന് ലോകത്തിന് പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലങ്കാരിക പ്രയോഗങ്ങളല്ലേ ഇതൊക്കെ. അസ്തമിച്ചു പോകുന്ന സൂര്യൻ സുജൂദ് ചെയ്യുന്നു. എവിടെ? അർശിന്റെ താഴെ. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അർശ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അർശിന്റെ സിംബലാണ്, അവന്റെ അധികാരത്തിന്റെ സിംബലാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹുവിനാണ് ഇസ്തിലാ, അധികാരം അള്ളാഹുവിനാണ്. അർശ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാസൃഷ്ടിയാണെന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു തന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. വിശാലമായ ഒരു മരുഭൂമി, കണ്ണെത്താ ദൂരത്ത് പരന്നു നടക്കുന്ന വിശാലമായ ഒരു മരുഭൂമിയുടെ മധ്യത്തിൽ എവിടെയെങ്കിലും ഒരു റിങ്, ഒരു വട്ടക്കണ്ണി, ഒരു കുട്ടിയുടെ ഓളാന്ന് സങ്കല്പിച്ചോളൂ. ഒരു റിങ് നമ്മൾ മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കുക. ചുറ്റും വിശാലമായ മരുഭൂമി. ഈ റിങ് എവിടെയാണെന്നൊരു കൊടി കുത്തിയില്ലെങ്കിൽ കാണൂല, അല്ലേ? അങ്ങനെ ഒരു ചെറിയ വട്ടക്കണ്ണി മരുഭൂമിയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ വട്ടക്കണ്ണിയാണ് ഈ മഹാപ്രപഞ്ചമെന്ന് സങ്കല്പിച്ചാൽ ആ മരുഭൂമിയാണ് അല്ലാഹുവിന്റെ അർശെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ എല്ലാ പ്രപഞ്ചത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന അല്ലാഹുവിന്റെ മഹാസൃഷ്ടിയാണ് അർശ്. നമ്മളൊക്കെ അർശിന്റെ താഴെയാണ്. സൂര്യനും ചന്ദ്രനും കോടാനുകോടി നെബുലകളും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം അള്ളാഹുവിന്റെ അർശിന്റെ താഴെയാണ്. നമ്മൾ എവിടെ സുജൂദ് ചെയ്താലും അത് അർശിന്റെ പരിധിക്കുള്ളിൽ തന്നെ. അപ്പോ സൂര്യൻ നിത്യ സുജൂദിലാണ്. ഇനി സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാത്തൊരു ദിവസം വരും. അന്നാണ് സൂര്യൻ അഭിമുഖമായി ഭൂമിയോട് അതിന്റെ ചലനം മാറാൻ അല്ലാഹു പറയുന്നത്. ഇർജിഇ മിൻ ഹൈസു ജിഇതി, ഇടത്തുനിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ അല്ലാഹു പറയും. എപ്പോ? സൂര്യന്റെ സുജൂദ് സ്വീകരിക്കപ്പെടാതെ വരുമ്പോൾ. എങ്ങനെയാ സ്വീകരിക്കപ്പെടാതെ വരിക? സൂര്യന്റെ സുജൂദിന്റെ ഖിബില എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ഏതാണ് സൂര്യന്റെ സുജൂദിന്റെ ഖിബില? വൃക്ഷങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നക്ഷത്രങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നമുക്ക് കഅബയുള്ളത് പോലെ, നമുക്ക് കഅബാലയമുള്ള പോലെ പ്രപഞ്ചത്തിലെ കോടാനുകോടി സാധനങ്ങളുടെ സുജൂദിന്റെ ഖിബില ഏതാണ്? നമ്മുടെ ഉലമാ പഠിപ്പിക്കുന്നത് സുജൂദ് ചെയ്യാൻ ഖിബില വേണം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയാണ് ലോകത്തെ സർവ്വ വസ്തുക്കളുടെയും സുജൂദിന്റെ ഖിബില. മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈമാനിന്റെ റൂഹിന്റെ പ്രഭയെ ലക്ഷ്യമാക്കിയാണ് ആ പരിസരത്തുള്ള സർവമാന കല്ലുകളും വൃക്ഷങ്ങളും അല്ലാഹു സുജൂദ് ചെയ്യുന്നത്. മുഅ്മിനിന്റെ റൂഹിനെ ഖിബലയാക്കിയിട്ടാണ്. മുഅ്മിനായ മനുഷ്യൻ മരിച്ചുപോയാൽ ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടും. ആകാശത്തെ നക്ഷത്രങ്ങൾക്ക് സുജൂദിന്റെ ഖിബല നഷ്ടപ്പെടും. മുഅ്മിനായ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ
വലഖദ് കറംനാ ബനി ആദം, ആദം നബിയുടെ സന്തതികളെ, മനുഷ്യരെ, വിശിഷ്യ മുഅ്മിനീങ്ങളെ അല്ലാഹു ബഹുമാനിച്ചു എന്നതിന്റെ അടയാളം നാമാണ് മുഅ്മിനാണെങ്കിൽ അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഈ പ്രപഞ്ചത്തിലെ സർവ്വ സാധനങ്ങളുടെയും സുജൂദിന്റെ ഖിബില മുഅ്മിനായ ആണും പെണ്ണുമാണ്.